Morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. കൊണ്ടിരിക്കുകയായിരുന്നു എന്തോ ക്യാമറ വർക്ക് ആവണ്ടായില്ല, അതുകൊണ്ടാണ് 3 മിനിറ്റ് വൈകിട്ടത്. 3 അല്ല 5 മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ശരിയായി. എന്താ പറ്റിയെന്ന് അറിയില്ല. നമ്മള് എന്തായിരുന്നു പഠിച്ചോണ്ടിരുന്നത്? ലാസ്റ്റ് ആയിട്ട് പഠിച്ചു നിർത്തിയത് എവിടെയാ? ഓർമ്മയുണ്ടാ? Transfer, promotion, demotion, transfer. സംഭവമാണ്. ഓക്കെ, നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറെ അധികം കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇന്റർവ്യൂ സെലക്ഷൻ ഒക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്റർവ്യൂ ആണ് കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ തന്നെ ഏതൊക്കെ ടൈപ്പുകൾ, 6 ടൈപ്പ് ഓഫ് ഇന്റർവ്യൂസ് നമ്മൾ പരിചയപ്പെട്ടു. ഓരോന്നും അതിന്റെ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അതുകൂടാതെ കുഞ്ഞു 2 ടോപ്പിക് കൂടി പഠിച്ചു. ഏതായിരുന്നു അത്? പ്രൊമോഷൻ, ഡിമോഷൻ. എന്താണ് പ്രൊമോഷൻ എന്ന് മനസ്സിലായോ? പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയീസ് ഫ്രം എ ജോബ്, അല്ലെ? ഒരു ജോബിൽ നിന്നും ഒരാളുടെ എന്താ പറയാ ട്രാൻസ്ഫർ ആണ് എങ്ങോട്ടേക്ക്? വിച്ച് ഗിവ്സ് ഓർ വിച്ച് പ്രൊവൈഡ്സ് ഓർ വിച്ച് പേയ്സ് മോർ സ്റ്റാറ്റസ് ആൻഡ് ഓൾസോ മോർ മണി. അവര് പ്രതീക്ഷിക്കുന്ന, അവര് പ്രിഫർ ചെയ്യുന്ന സ്റ്റാറ്റസിലേക്ക് കുറച്ചുകൂടി ഉള്ള വളർച്ച, അതോടൊപ്പം തന്നെ അവരുടെ സാലറിയിലും ഉണ്ടാകുന്ന ഇൻക്രിമെന്റ്, ഇത് രണ്ടും കൂടി ചേർന്ന് ഉള്ള ഒരു എംപ്ലോയിയുടെ ഒരു ജോബിലുള്ള ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൊമോഷൻ എന്ന് വിളിക്കുക. സാധാരണ ഈ പറയുന്ന പ്രൊമോഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ബൈ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ സം ഫാക്ട്സ്, ചില പ്രധാനപ്പെട്ട വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് എംപ്ലോയീസിന് ഇങ്ങനെയുള്ള പ്രൊമോഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ പറഞ്ഞു ലെങ്ത് ഓഫ് സർവീസ്, ഒരാൾ ചെയ്ത സർവീസിന്റെ ആ ഒരു ദൈർഘ്യം, അത് നോക്കി കൊടുക്കുന്നുണ്ട് പ്രൊമോഷൻ. പിന്നെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് വിത്തിൻ ദാറ്റ് പീരീഡ്, ആ ഒരു പീരീഡിൽ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ അവർ കംപ്ലീറ്റ് ചെയ്ത ഏതെങ്കിലും കോഴ്സ്, പുതിയതായിട്ട് എന്തെങ്കിലും കോഴ്സ് പഠിച്ചു, അപ്പൊ ആ കോഴ്സിൽ നിന്ന് വേറെ സർട്ടിഫൈഡ് ആയി, സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പൊ നമുക്ക് നിലവിലുള്ള ക്വാളിഫിക്കേഷൻ അല്ല, നമ്മൾ ഒന്നുകൂടി ക്വാളിഫൈഡ് ആയി. ഒരു
സ്റ്റെപ്പ് മുകളിലേക്ക് നമ്മൾ ക്വാളിഫൈഡ് ആകുമ്പോൾ ആ ക്വാളിഫിക്കേഷൻ അനുസൃതമായിട്ടുള്ള ഒരു ജോലി കൊടുക്കുക. അപ്പൊ നേരത്തെ ഉള്ളതിൽ നിന്ന് കുറച്ച് കയറ്റം കൊടുക്കുക അല്ലെ, അതും പ്രൊമോഷനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ പ്രീവിയസ് വർക്ക് ഹിസ്റ്ററി, ചില ആളുകളുടെ മുന്നേ ഉള്ള വർക്ക് ഹിസ്റ്ററി, അവരുടെ എക്സ്പീരിയൻസ്, മറ്റു കാര്യങ്ങളൊക്കെ നോക്കി അവരുടെ എഫിഷ്യൻസി, അവരുടെ ഇഫക്റ്റീവ്നെസ്, അവരുടെ ക്വാളിറ്റി ഓഫ് വർക്ക് അല്ലെ, അവരുടെ ജോലി ചെയ്യുന്നതിന്റെ ഗുണം, ഇതിന്റെ അടിസ്ഥാനത്തിലും ആളുകൾക്ക് പ്രൊമോഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ പ്രൊമോഷന് വെയിറ്റേജ് കൊടുക്കുന്ന ഘടകങ്ങളാണ് അല്ലെ. പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ വെയിറ്റേജ് കൊടുക്കുക എന്ന് വെച്ചാൽ അതിന് ബലം കൂട്ടുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഡിമോഷൻ, വിച്ച് ഈസ് ആൻ ഓപ്പോസിറ്റ് ഓഫ് പ്രൊമോഷൻ അല്ലെ. പ്രൊമോഷൻ ഓപ്പോസിറ്റ് ആണ് ഡിമോഷൻ. അറ്റ് ദ സെയിം ടൈം, അതായത് പ്രൊമോഷൻ കൊടുക്കുന്നത് പോലെ തന്നെ ഡിമോഷൻസും നമ്മുടെ ഓർഗനൈസേഷൻസിൽ നടക്കാറുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ടു ലോവർ ഡൗൺ ദ സ്റ്റാറ്റസ് ആൻഡ് ഓൾസോ ദ സാലറി ഓഫ് എൻ എംപ്ലോയി. ഒരു ജോലിക്കാരന്റെ സ്റ്റേറ്റസും അതുപോലെ തന്നെ അവരുടെ സാലറിയും ഒക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്ഫർ ആണത്. മനസ്സിലായോ? മറ്റേതും ട്രാൻസ്ഫർ, രണ്ടും ട്രാൻസ്ഫർ ആണ്. നേരത്തെ ഉള്ള പൊസിഷനും അപ്ലിഫ്റ്റ് ചെയ്യുക, അതായത് കുറച്ചുകൂടി മുകളിലുള്ള സ്റ്റാറ്റസിലേക്ക്, കുറച്ചുകൂടി കൂടുതൽ സാലറി ഉള്ള പൊസിഷനിലേക്ക് മാറ്റുന്നത്, അതാണ് പ്രൊമോഷൻ എങ്കിൽ ആ നിലവിലുള്ള പൊസിഷനിൽ താഴേക്ക് ഇടുന്നതാണ് എന്ത് ഡിമോഷൻ എന്ന് പറയുന്നത്. ഇനി ആ ഡിമോഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു കീപ് ദ എംപ്ലോയീസ് അലൈവ് ആൻഡ് ഓൾസോ ടു മേക്ക് ഷുവർ അബൌട്ട് ദെയർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓരോ എംപ്ലോയീസ് അവർ ചെയ്യുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് ചെയ്യാതിരിക്കുക, അവരെ കുറച്ചുകൂടി അലൈവ് ആക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഡിമോഷൻസ് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടി അവരെ അലർട്ട് ആക്കേണ്ടത് അത്യാവശ്യമുണ്ട്. അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ജോലികളൊക്കെ കൃത്യതയോടെ ചെയ്യാത്തതോ അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ഡിമോഷൻസും ഓർഗനൈസേഷൻസിൽ നടക്കാറുണ്ട്. മറ്റൊരു ടേമാണ് ട്രാൻസ്ഫർ. ഓർഗനൈസേഷനിൽ നടക്കുന്ന മറ്റൊരു കാര്യമാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ എന്താണ്? ട്രാൻസ്ഫർ മീൻസ് ഇറ്റ്സ് എ ഹൊറിസോണ്ടൽ ഓർ ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് എൻ എംപ്ലോയി ഫ്രം വൺ ജോബ് സെക്ഷൻ ഓർ ഡിപ്പാർട്ട്മെന്റ് ഓർ എ പൊസിഷൻ അറ്റ് ദ സെയിം പ്ലേസ് ഓർ അനദർ പ്ലേസ്. അതായത് ഒരു ജോലിക്കാരനെ ഒരു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് മറ്റൊരു ജോലി സെക്ഷനിലേക്ക് മാറ്റുക. ഒരു സെയിം പ്ലേസിൽ തന്നെയാകാം, മറ്റു സ്ഥലങ്ങളിലേക്കും ആകാം. സ്ഥലം മാറ്റം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. നമ്മൾ വിചാരിക്കും സ്ഥലം മാറ്റം എന്ന് പറയുന്നത് ഇപ്പൊ എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന ഒരാളെ അവരുടെ തന്നെ ഓർഗനൈസേഷൻ വേറെ സ്ഥലത്തുണ്ട് എന്ന് വിചാരിക്കാം, അവിടേക്ക് മാറ്റുക. ഇപ്പൊ തൃശ്ശൂർക്ക് മാറ്റുക, അത് ട്രാൻസ്ഫർ ആണ്. ഓക്കെ, അത് ട്രാൻസ്ഫർ ആണ്. അതേസമയം വിതിൻ ആ ഓർഗനൈസേഷൻ അകത്ത് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ സെയിം പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുന്നത്, ഒരേ രീതിയിലുള്ള വർക്കുകളൊക്കെയാണ്. അത് ലാറ്ററൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ഒരു പാരലൽ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു എംപ്ലോയി ജോലി ചെയ്യുന്ന ഒരു പൊസിഷൻ ആണെന്ന് വിചാരിക്കാം. ഇവിടുന്ന് മുകളിലേക്ക് കയറ്റം കൊടുക്കുമ്പോൾ അത് പ്രൊമോഷനായി, താഴേക്ക് ഇടുമ്പോൾ അത് ഡിമോഷനായി. എന്നാൽ ലാറ്ററൽ മൂവ്മെന്റ് ദാറ്റ് മീൻസ് ഇവിടെ ഇരിക്കുന്ന ആളെ ഇങ്ങോട്ടേക്ക് മാറ്റുന്നു. അതായത് അവരുടെ പൊസിഷനിൽ, അവരുടെ സാലറിയിൽ, അവരുടെ എന്താ പറയുക സ്റ്റേറ്റസിൽ ഒന്നും മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് ട്രാൻസ്ഫറിന്റെ പ്രത്യേകത. അപ്പൊ ഓർഗനൈസേഷൻ അകത്ത് തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിൽ കിടന്ന ആളെ വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്നു. കാരണം അവിടെയാണ് ചിലപ്പോ ഒരു എംപ്ലോയിനെ കൊണ്ട് ആവശ്യമുണ്ട്, അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടേക്ക് മാറ്റുന്നു. അപ്പൊ അവിടെ വേറെ രീതിയിലുള്ള ഇൻക്രിമെന്റുകളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ വേറെ പ്ലേസിലേക്ക് മാറ്റാം, അതുപോലെ തന്നെ അതേ ഓർഗനൈസേഷനിലേക്ക് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മാറ്റാം. ദാറ്റ് മീൻസ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഹിസ് സാലറി, സ്റ്റേറ്റസ് ആൻഡ് ഓൾസോ റെസ്പോൺസിബിലിറ്റീസ്. അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ മാറ്റമില്ല, സാലറിയിൽ മാറ്റമില്ല, സ്റ്റേറ്റസിൽ മാറ്റമില്ല. ഓക്കെ, ഇനി ഇതിനകത്ത് പ്രൊമോഷനും അല്ല, ഇത് ഡിമോഷനും അല്ല, ഓൺലി എ ചേഞ്ച്. അവരുടെ ജോബ് സ്റ്റാറ്റസ് ഒന്നും മാറുന്നില്ല, ഒരു മൂവ്മെന്റ് മാത്രം. ഇവിടെ നിന്ന് എത്തി അങ്ങോട്ടേക്ക് നീക്കിയിരുത്തുക. നമ്മൾ ഒരാളെ ഇവിടെ ഇരുത്തിയാൽ കുറച്ച് അങ്ങോട്ട് നീക്കിയിരുത്തുക, ദാറ്റ്സ് ഓൾ. അതുപോലെ തന്നെ അതാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ മോർ സാറ്റിസ്ഫാക്ടറി വർക്ക് ടീം. ചിലപ്പോൾ ഒരു വർക്ക് ടീമിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ അവിടെ വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ഡിപ്പാർട്ട്മെന്റ് അപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയാകാം ചിലപ്പോ ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനുള്ള ഒരു എന്താ പറയാ മനസ്സും ഒക്കെ ഉള്ള ഒരാളുണ്ടാവുമല്ലോ. അപ്പൊ ആളെ കൊടുക്കുന്ന ഉടനെ ആ ടീം വളരെ നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യുന്നുണ്ട്. ബിക്കോസ് ആ ഒരാളുടെ എന്താ പറയാ സാന്നിധ്യം കൊണ്ട്. അപ്പൊ ആളെ എന്ത് ചെയ്യുന്ന വേറൊരു ടീമിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്ക് കൊടുക്കുകയാണ് താൽക്കാലികമായിട്ട്. എന്തിനു വേണ്ടിയിട്ട്? അവരെയും കൂടി ചിലപ്പോൾ അവിടെ ചില എഫിഷ്യൻസിയുടെ കുറവോ മറ്റേതെങ്കിലും ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്താനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറ്റുന്നു. അപ്പൊ കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു വർക്ക് ടീം ഉണ്ടാക്കിയെടുക്കാൻ, ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ട്രാൻസ്ഫേഴ്സ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, എന്താണ് ട്രാൻസ്ഫർ എന്ന് മനസ്സിലായോ?
ആ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ ആദ്യത്തെ 2 സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എ ട്രാൻസ്ഫർ ഈസ് എ ഹൊറിസോണ്ടൽ ഓർ lateral movement of an employee from one job section, department or position to another at the same or another place where his salary, status and responsibility are same. അവിടെ വരെ കേട്ടോ, ആ സെയിം വരെ, അത്രയും വരെ മതി. ഒറ്റ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, അത് ഇമ്പോർട്ടന്റ് സെന്റൻസ് ആണ്. ക്ലിയർ ആയല്ലോ? അടുത്തേക്ക് പോകുകയാണ്, സമയം തന്നെ കുറച്ചൊരു പോയി. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ടേമാണ് സെപ്പറേഷൻസ്. എന്താ സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് വേർതിരിക്കുക, അങ്ങനെ വേർതിരിക്കലാണ്. ഇവിടെ എന്ത് വേർതിരിക്കലാ? എന്തെങ്കിലും എന്താ പറയാ, എംപ്ലോയീസിനെ തമ്മിൽ തരംതിരിക്കല് എന്നാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. സം സെപ്പറേഷൻസ്, അതായത് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് ദ ടെർമിനേഷൻ ഓഫ് സർവീസ് ഓഫ് എൻ അഗ്രിമെന്റ് വിത്ത് ദ ഓർഗനൈസേഷൻ ഫോർ സം റീസൺസ്. എന്തെങ്കിലും ഒക്കെ കാരണങ്ങൾ കൊണ്ട് ഒരു ഓർഗനൈസേഷനിലെ ജോലി അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ആ ഓർഗനൈസേഷനിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സേവനം താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ എന്നേക്കുമായിട്ടോ നിർത്തിവെക്കുക, ടെർമിനേറ്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് സെപ്പറേഷൻ എന്ന വാക്കിന്റെ അർത്ഥം. മനസ്സിലായോ? ഏതില്? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റിനകത്ത് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു എംപ്ലോയി താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ ഏതെങ്കിലുമൊക്കെ കാരണങ്ങളാൽ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് വെച്ചാൽ അവിടുത്തെ ജോലി സേവനം അത് കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥ. ദാറ്റ്സ് കോൾഡ് സെപ്പറേഷൻ. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ആൻഡ് what are the situations where an employee is separated from the payroll of an organization? ഒരു ഓർഗനൈസേഷന്റെ പേറോളിൽ നിന്ന്, പേറോൾ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? പേറോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ എല്ലാവരുടെയും ലിസ്റ്റ് which is containing the salary, wages അല്ലെ? ഒരു ലിസ്റ്റ് ആണ്. അതിനകത്ത് എന്തൊക്കെയായിരിക്കും? ഒരു എംപ്ലോയിക്ക് കൊടുക്കേണ്ട സാലറി ആണോ അല്ലെങ്കിൽ അവരുടെ കൂടെ എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ടോ അതൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാവരുടെയും പേരുകൾ ആൽഫബറ്റിക് ഓർഡറിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലിസ്റ്റ്, അതിനെയാണ് നമ്മൾ പേറോൾ എന്ന് വിളിക്കുക. ആ പേറോളിൽ നിന്ന് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷനിൽ നിന്ന് എന്ത് ചെയ്യാം? ഒരു എംപ്ലോയി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യപ്പെടാം. ചില സാഹചര്യങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് റെസിഗ്നേഷൻ തന്നെയാണ്. എന്താണ് റെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ? കേട്ടല്ലേ? ജോലി റിസൈൻ ചെയ്തു. റെസിഗ്നേഷൻ ഇറ്റ് ഈസ് ദ നൗൺ ഫോം അല്ലെ? അതൊരു നാമരൂപമാണ്. റിസൈൻ അതിന്റെ വെർബ് ഫോം ആണ് അല്ലെ? ഞാൻ റിസൈൻ ചെയ്തു, ജോലി രാജിവെച്ചു. എന്താണ് രാജിവെക്കുക? ഇതാരും ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്നതല്ല, സ്വമേധയാ ഉണ്ടാകുന്ന ഒരു വിടവാങ്ങലാണ്. ഏത്? ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആള് സ്വമേധയാ ഞാൻ എന്റെ ഇഷ്ടത്തിൽ തന്നെ, മെനി റീസൺസ്, ഒത്തിരി കാരണങ്ങൾ ഉണ്ടാകാം. ആ കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം? ഒരു ജോലിക്കാരൻ ആളുടെ ജോലി വേണ്ട എന്ന് സ്വമേധയാ വയ്ക്കാം. അതിനെയാണ് നമ്മൾ റെസിഗ്നേഷൻ എന്ന് വിളിക്കുക. റെസിഗ്നേഷൻ മേ ബി put in voluntarily by the employee on account of health issues, physical disability, better opportunities and also due to some reasons of marriage. അതായത് ഇത്തരം സാഹചര്യം, അതൊരു എക്സാമ്പിൾ പറഞ്ഞേക്കണ്ട. ചിലപ്പോൾ തനിക്ക് കൂടുതൽ ഉയർന്ന ജോലി വേറെ സ്ഥലത്ത് കിട്ടാൻ ഉള്ളത് കൊണ്ടാകാം, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാകാം, ഫിസിക്കൽ ഡിസബിലിറ്റി ശാരീരികമായ അസ്വസ്ഥതകൾ ഉള്ളത് കൊണ്ടാകാം, ചിലപ്പോൾ കല്യാണം അതുപോലെയുള്ള മറ്റു റീസൺസ് കൊണ്ടാകാം. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഒരു എംപ്ലോയി സ്വമേധയാ തന്റെ ജോലി അല്ലെങ്കിൽ സേവനം ഏതെങ്കിലും ഓർഗനൈസേഷനിൽ വേണ്ടാന്ന് വെക്കുന്നു. ആരും ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്നതിനെയല്ല നമ്മൾ ഒരിക്കലും റെസിഗ്നേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിനെയാണ് എന്ത് വിളിക്കുക? റെസിഗ്നേഷൻ എന്ന് വിളിക്കുക. ഒന്നാമത്തെ കിട്ടിയോ? അത് ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് റെസിഗ്നേഷൻ? അടുത്തതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. 4 എണ്ണം ഉണ്ട്. റെസിഗ്നേഷൻ മനസ്സിലായല്ലോ. നെക്സ്റ്റ് വൺ ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ. വേർഡ് കേട്ടിട്ടുണ്ട് നമ്മൾ പലപ്പോഴും. ഡിസ്മിസ് ചെയ്തു അവനെ അല്ലെങ്കിൽ അവളെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഡിസ്മിസ് ചെയ്തു, സ്കൂളിൽ നിന്ന് കുട്ടികളെ ഡിസ്മിസ് ചെയ്തു. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പല പ്രാവശ്യം. അപ്പൊ എന്താണത്? ഡിസ്മിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഫോഴ്സ്ഫുള്ളി തന്നെയാണ്. ആര്? ഓർഗനൈസേഷന്റെ ഏതെങ്കിലും തരത്തിലുള്ള റൂൾസ് ഓർ റെഗുലേഷൻസ് ഒക്കെ വയലേറ്റ് ചെയ്തതിന്റെ പേരിൽ അവിടെ ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായ പേഴ്സണൽ പോളിസീസ് നമ്മൾ പഠിച്ചു അല്ലെ? തൊഴിൽപരമായ നയങ്ങളുണ്ട്. ആ നയങ്ങളൊക്കെ ഫോളോ ചെയ്യാത്ത, അവിടുത്തെ റൂൾസ് അനുശാസിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന എംപ്ലോയീസിനെ ഫോഴ്സ്ഫുള്ളി, ഓർഗനൈസേഷൻ തന്നെ വേണ്ടാന്ന് വെക്കുന്നു. നിന്റെ സേവനം അല്ലെങ്കിൽ നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ പേറോളിൽ നിന്ന് വെടികളയുന്നു. ഓക്കെ,
പെർമനന്റ് ആയിട്ട് എന്നേക്കുമായിട്ട് പിന്നെ ഒരു തിരിച്ചുവരവ് അവിടെ നിന്ന് ഉണ്ടാവില്ല. ഇറ്റ്സ് കോൾഡ് ഡിസ്മിസൽ ഓർ ഡിസ്ചാർജ്. എന്താണ് വിളിക്കുക അതിനെ? A discharge involves permanent termination of an employee from a payroll because of violation of rules or for insufficient performance. ചിലപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആളുടെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല. അതായത് ഓർഗനൈസേഷൻ, ഏത് ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിം എന്താണ്? ടു മേക്ക് പ്രോഫിറ്റ്. അൾട്ടിമേറ്റ്ലി എല്ലാവരുടെയും ഗോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു മേക്ക് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കൽ തന്നെയാണ്. ലാഭത്തെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏതെങ്കിലും എംപ്ലോയി കാണിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും അവരുടെ സേവനം അവർക്ക് ആവശ്യമില്ല. കാരണം വെറുതെ അങ്ങോട്ട് കാശ് കൊടുത്ത് നമ്മൾ നഷ്ടം വരുത്തി വെച്ചിട്ട്, എന്ന് വെച്ചാൽ ഓരോ ഓർഗനൈസറും അവരുടെ മൂലധനത്തിൽ നിന്നാണ് ഈ വരുന്ന എംപ്ലോയീസിനൊക്കെ എന്താ പറയാ സാലറിയും വേജും കൊടുക്കുന്നത്. ആ സാലറി കൊടുക്കേണ്ടത് നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് നമ്മളുടെ ലാഭവിഹിതമാണ് ശരിക്കും പറഞ്ഞാൽ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു പോകുമ്പോൾ അവരിൽ നിന്നും യാതൊരു രീതിയിലുള്ള നല്ല ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഓർഗനൈസേഷനാണ്. നമ്മുടെ എഫിഷ്യന്റ് ആയിട്ടുള്ള സേവനം ഓർഗനൈസേഷന് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്ത് ഗുണം? വെറുതെ വെള്ളത്തിൽ കൊണ്ടുപോയി കായം കലക്കുന്ന വട്ടായി പോകും അല്ലെ. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരം ചില ഇതൊന്നും സഹിക്കേണ്ട ആവശ്യമില്ല ഓർഗനൈസേഷൻ. ബിക്കോസ് അവരുടെ എയിം എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കലാണ്, അല്ലാണ്ട് എംപ്ലോയീസിനെ വളർത്തുക എന്നുള്ളതൊന്നും ആരുടെയും ലക്ഷ്യമല്ല. അതിന് അവരുടെ മേക്ക് യൂസ് ഓഫ് ദ എംപ്ലോയീസ്. അവര് ലാഭം ഉണ്ടാക്കാനുള്ള അവരുടെ ആ ഒരു ഓട്ടത്തില് അവർ ഉപയോഗപ്പെടുത്തുകയാണ് ആരെ? ഓരോ എംപ്ലോയീസിനെയും, ഓരോ ജോലിക്കാരെയും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണ്. അപ്പൊ ആ മാക്സിമം യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അവരിൽ നിന്നും മാക്സിമം റിസൾട്ട് ലഭിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻസ് കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൊടുത്തിട്ടും ഞാൻ നന്നാവില്ല എന്ന് വിചാരിച്ച് ഓർഗനൈസേഷന്റെ റൂൾസും തെറ്റിച്ച് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഓർഗനൈസേഷന്റെ രീതിയിലേക്ക് വരാതിരിക്കുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഡിസ്മിസ് ചെയ്ത് കളയും. അതിനെയാണ് നമ്മള് ഡിസ്മിസൽ എന്ന് വിളിക്കുക. ടെർമിനേഷൻ ഓഫ് എൻ എംപ്ലോയി ഫ്രം ദ പേറോൾ പെർമനന്റ്ലി. പെർമനന്റ് ആയിട്ട് പേറോളിൽ നിന്നും ആളുടെ പേര് വെട്ടിക്കളയലാണ് ഡിസ്ചാർജ് ഓർ ഡിസ്മിസൽ. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ സസ്പെൻഷൻ ആണ്. സസ്പെൻഡ് ചെയ്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡിസ്മിസ് ചെയ്യുന്നതിന്റെ പോലെ തന്നെ മറ്റൊരു വാക്ക് ഉപയോഗിക്കാണ്ട് സസ്പെൻഷൻ ഇറ്റ് ഈസ് ദ നൗൺ ഫോം ആൻഡ് സസ്പെൻഡ് എന്ന് പറയുന്നതിന്റെ വെർബ് ഫോം ആണ്. സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? താൽക്കാലികമായിട്ടാണ് അല്ലെ. കുറച്ച് ദിവസത്തേക്കാകാം, കുറച്ച് മാസത്തേക്കാകാം, സ്പെസിഫിക് പീരീഡ് ഉണ്ട്. അതിന് ഒരു സമയമുണ്ട്. യു ആർ സസ്പെൻഡഡ് ഫോർ എ വീക്ക്. ഒരു ആഴ്ചത്തേക്ക് നിങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. യു ആർ സസ്പെൻഡഡ് ഫോർ എ മന്ത്. ഒരു മാസത്തേക്ക് നിങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ബിക്കോസ് ഓഫ് എന്തെങ്കിലും കാരണങ്ങൾ. ഡിസിപ്ലിനറി ആക്ഷൻ ആണത്. ഓക്കെ, അതൊരു ഓർഗനൈസേഷന്റെ ഡിസിപ്ലിനറി ആക്ഷനിൽ വരും. എന്ന് വെച്ചാൽ അവിടുത്തെ പെരുമാറ്റ ചട്ടങ്ങളുടെ, അവരുടെ എന്താ പറയാ ബിഹേവിയറൽ പാറ്റേൺ, അതുപോലെ തന്നെ അവിടുത്തെ എന്താ പറയാ ഒരു എന്താ പറയാ നമ്മള് ഡിസിപ്ലിൻ വിളിക്കും. മലയാളത്തിൽ എന്ത് വാക്ക് പറയും? ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുക അല്ലെ. അതിന്റെ ഒരു ഭാഗമായിട്ട് ചില എന്താ പറയാ എംപ്ലോയീസിനെ ഹ്യൂമൻ റിസോഴ്സുകാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ഷൻ ആണ് കേട്ടോ. അപ്പൊ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും എംപ്ലോയീസ് ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു ഇത്തരം അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡിസിപ്ലിനറി ആക്ഷന്റെ പേരിൽ എന്ത് ചെയ്യുന്നു? താൽക്കാലികമായിട്ട് അവരെ പേറോളിൽ നിന്ന് മാറ്റി നിർത്തുന്നു. താൽക്കാലികം മാത്രമാണ്, ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്. സ്കൂളിലെ കുട്ടികളെ സസ്പെൻഡ് ചെയ്തത് ഇപ്പൊ ഇഷ്ടംപോലെ മിക്ക സ്കൂളിലും അതെ പിള്ളേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും കുറച്ച് ദിവസത്തേക്കൊക്കെ. ചിലപ്പോ തമ്മിൽ അടിയിലുണ്ടായിരിക്കാം, ഏതെങ്കിലും ഒക്കെ കാരണങ്ങൾ കൊണ്ട് അല്ലെ. ഇപ്പൊ 2 ദിവസത്തേക്ക് വീട്ടിലിരിക്കട്ടെ, അപ്പൊ പഠിച്ചോളും. സ്കൂളിൽ പോകാതൊക്കെ ആവുമ്പോ മനസ്സിലാക്കിക്കോളൂ, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, അതുപോലെ തന്നെ ഓർഗനൈസേഷൻസിൽ നടക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വയലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ അത്ര വലിയ ഇതല്ല, തെറ്റല്ല, നമ്മുടെ ഡിസ്മിസലിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള തെറ്റുകളല്ലാതെ ചെറിയ ചെറിയ ചില കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷനിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്തരം ആളുകളെ എന്ത് ചെയ്യുന്നു? ടെമ്പററി ആയിട്ട് ഒരു സ്പെസിഫിക് പീരീഡ് അവിടെ പറയുന്നുണ്ട് കേട്ടോ. മേ ബി എ ഡേ, ഒരു ദിവസത്തേക്കാകാം, വീക്ക് ആകാം, എ മന്ത് ആകാം, അങ്ങനെ സസ്പെൻഷൻ കൊടുക്കാറുണ്ട്. അതൊരു ഡിസിപ്ലിനറി ആക്ഷൻ ആണ് ഓർഗനൈസേഷൻ സ്വീകരിക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ലേ ഓഫ്. ലേ ഓഫ് ആണ് അടുത്തത്. ലേ ഓഫ് ഈസ് ഓൾസോ എ ടെർമിനേഷൻ. അതും ഒരു എന്താ പറയാ എംപ്ലോയിയുടെ ജോലി സേവനം വേണ്ട എന്ന് വെക്കൽ തന്നെയാണ്. ആ പേറോളിൽ നിന്ന് ആളെ മാറ്റി നിർത്തൽ തന്നെയാണ്. പക്ഷേ അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടോ അല്ലെങ്കിൽ നിയമങ്ങൾ തെറ്റിച്ചതിന്റെ ഒന്നും ഫലമല്ല കേട്ടോ. ഇതൊരു എംപ്ലോയറിന്റെ മാത്രം, അത് എംപ്ലോയർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ നടത്തുന്ന ഒരു മാറ്റി നിർത്തലാണ്. എന്ന് വെച്ചാലേ ഇപ്പൊ ഈ എന്താ പറയാ ഈ ആളെ വെച്ചിട്ട് നമ്മൾ ജോലി ചെയ്താലും ആ ആളില്ലെങ്കിലും there is no difference in the organization's profit. ലാഭം ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ജോലിക്കാരന് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു ഇഫക്റ്റും അവിടെ നടക്കുന്നില്ല.
എന്ന് വെച്ചാൽ ഈ ആളുള്ളത് കൊണ്ട് എന്തെങ്കിലും നേട്ടം നമുക്കുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ ചിലപ്പോ ചില എംപ്ലോയീസിനെയൊക്കെ 1-2 എംപ്ലോയീസിനെയൊക്കെ മാറ്റി നിർത്തും. എന്ന് വെച്ചാൽ ഇവര് ശരിക്കും പറഞ്ഞ ഒരു ബർഡനായി മാറുന്നു എംപ്ലോയീസിന്, സോറി ഓർഗനൈസേഷന്. കാരണം ഇവർക്ക് നമ്മൾ പേയ്മെന്റ് സാലറി ആയിട്ട് വേജസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവരെ മാറ്റി നിർത്തിയാലും ഇതേ റിസൾട്ട് തന്നെ ഓർഗനൈസേഷൻ ലഭിക്കും. സോ താൽക്കാലികമായിട്ട് അതിനൊരു ഡെഫിനിറ്റ് പീരീഡ് പറയുന്നില്ല. നമ്മുടെ സസ്പെൻഷനിൽ ഒരു സ്പെസിഫിക് പീരീഡ് പറയുന്നത് ഒരാഴ്ചത്തേക്കാകാം, 1 മാസത്തേക്കാകാം സസ്പെൻഡ് ചെയ്തത്. പക്ഷെ ലേ ഓഫിന് അങ്ങനെ സ്പെസിഫിക് പീരീഡ് ഇല്ല. ചിലപ്പോൾ 1 കൊല്ലം വരെയൊക്കെ നീണ്ടു നിൽക്കും, അല്ലെങ്കിൽ അത് അങ്ങനെ നീണ്ടു പോകും. എപ്പോഴാണോ പിന്നീട് വീണ്ടും എംപ്ലോയീസിനെ കൊണ്ട് ആവശ്യം, അപ്പൊ വേണമെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ ഒരു ചാൻസ് കൊടുക്കും. അപ്പൊ അതിൽ തങ്ങൾക്ക് ഈ പറയുന്ന ആളുകൾക്ക് കൂലി കൊടുക്കുന്നത് കൊണ്ട്, ശമ്പളം കൊടുക്കുന്നതുകൊണ്ട് നമുക്കൊരു ബേർഡനായി മാറുന്നു എന്ന് തോന്നുമ്പോൾ എംപ്ലോയർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ അവരെന്ത് ചെയ്യും? താൽക്കാലികമായിട്ട് അങ്ങനെ ആ പേറോളിൽ നിന്ന് മാറ്റുന്നു. താൽക്കാലികം എന്ന് പറയുമ്പോൾ there is no definite period for that. അതിനൊരു പീരീഡ് സെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ലേ ഓഫിന്റെ പ്രത്യേകത. ലേ ഓഫും സസ്പെൻഷനും രണ്ടും ഒന്നല്ലാട്ടോ, അത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അത് മാറിപ്പോകരുത്. ക്ലിയർ ആയോ? 4 മനസ്സിലായോ? മനസ്സിലായോ? റെസിഗ്നേഷൻ, ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ, സസ്പെൻഷൻ ആൻഡ് ലേ ഓഫ്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുകയാണ്. ഏതാണത്? എംപ്ലോയി ട്രെയിനിങ്. ഇനി എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? എംപ്ലോയീസിന്റെ ട്രെയിനിങ്ങിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. ട്രെയിനിങ് എന്തിനു വേണ്ടിയിട്ടാ? ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ലേണിംഗ് പ്രോസസ് ആണ്. അതായത് നമ്മളിപ്പോ ഒരു പുതിയ ജോലിയിലേക്ക് കയറുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നത്, അതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടാവില്ല. നമ്മൾ പഠിച്ചിരിക്കുന്ന, നമ്മൾ എല്ലാ പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ച സർട്ടിഫിക്കറ്റുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്, അല്ലെ? പുസ്തകങ്ങൾ നോക്കി നമ്മൾ പഠിക്കുന്നു, അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചിരിക്കുന്നത്, പരീക്ഷ എഴുതുന്നതും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് നമ്മൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, വേണ്ടുന്നതും വേണ്ടാത്തതും ഒത്തിരി പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്താ പറയാ, പഠിത്തമൊക്കെ കഴിഞ്ഞ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളുടെ ഏത് ക്വാളിഫിക്കേഷൻ, നമ്മുടെ ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഇങ്ങനെ വായിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ ഏത് റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയാണ് നമുക്ക് കിട്ടുക നമുക്കറിയില്ല. അവിടെ പോയിട്ട് എന്ത് ചെയ്യണം എന്ന് നമുക്കറിയില്ല. ബിക്കോസ് ഓരോ ഓർഗനൈസേഷന്റെയും ഫങ്ഷൻസ്, ഓപ്പറേഷൻസ് ഒക്കെ ഒരേ രീതിയിലാണ്. എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഒരു രീതിയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവര് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തിട്ട് വേണം നമ്മളത് അപ്ലൈ ചെയ്യാൻ. എവിടെ? പ്രാക്ടിക്കലായിട്ട് ആ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട്. സോ ഇതെന്ന് പറയുന്ന ഒരു ലേണിംഗ് പ്രൊസീജിയർ ആണ്. എ സീരീസ് ഓഫ് പ്രോഗ്രാംഡ് ബിഹേവിയർ. കുറെ പ്രോഗ്രാമിംഗ് പോലെ ഇങ്ങനെ ഒരു സീരീസ് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അത് നമ്മൾ പഠിച്ചെടുത്ത് അത് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ആ പഠിച്ചെടുക്കലാണ് എന്ത് വിളിക്കുന്നത്? ട്രെയിനിങ്. Training is a process of learning, a series of programmed behavior. അടക്കം ചിട്ടയായിട്ട് പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങള് നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ള ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ട്രെയിനിങ് എന്ന് വിളിക്കുക. അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ് ഒന്ന്. Okay, and it is the application of knowledge. നമ്മൾ പഠിച്ചെടുത്ത അറിവുകൾ, എന്നിട്ട് ആ ട്രെയിനിങ്ങിൽ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും, എന്നിട്ട് നമ്മളത് അപ്ലൈ ചെയ്യുക. ഓക്കെ, അത് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ ഓഫ് നോളജും ആണ്. നമ്മൾ നേടിയെടുത്ത അറിവ് അപ്ലൈ ചെയ്യുകയുമാണ് ട്രെയിനിങ്ങിലൂടെ നമ്മൾ ചെയ്യുക. ഇനി ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ടു മേക്ക് ദ പീപ്പിൾ അവെയർ ഓഫ് ദ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഓൾസോ ടു മാനേജ് ഒരു ഓർഗനൈസേഷന്റെ റൂൾസ്, അവരുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ മനസ്സിലാക്കുക. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അവിടുത്തെ ബിഹേവിയറൽ പാറ്റേൺ, അവിടുത്തെ പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുക. ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്ന ഒന്നുകൂടിയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതി. അപ്പൊ ആ പഠനത്തോടൊപ്പം എന്ത് കാര്യം, എന്ത് ജോബാണ് നമ്മൾ ചെയ്യേണ്ടത്, ആ ട്രെയിനിങ്ങിലൂടെ നമുക്കത് കിട്ടുന്നു. അതുകൂടാതെ ഈ ഓർഗനൈസേഷനിലെ എന്തൊക്കെ രീതികളാണ് ഫോളോ ചെയ്യേണ്ടത് അതുകൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നു ആ ട്രെയിനിങ്ങിലൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമ്മളെ ഒരു എന്താ പറയാ, റിഫൈൻ ചെയ്തെടുക്കലാണ്, നമ്മൾ ഒരുക്കലാണ്, നമ്മൾ ശുദ്ധീകരിക്കലാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ദ കറന്റ് ജോബ്. അതായത് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന ആ ജോലിയിലേക്ക് നമ്മളെ ഒരുക്കുക. ആൻഡ് ഓൾസോ വി ഹാവ് ടു ബി റെഡി ടു ഡു ദാറ്റ് പർട്ടിക്കുലർ ഇന്റൻഡഡ് ജോബ്. അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്യിപ്പിക്കാനുള്ള ഒരു റിഫൈൻഡ് പ്രൊസീജിയർ കൂടിയാണ് എന്തെന്ന് വിളിക്കുക? ട്രെയിനിങ്. റിഫൈനിങ് പ്രൊസീജിയർ. റിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എണ്ണയൊക്കെ ശുദ്ധീകരിച്ചെടുക്കും, അല്ലെ? എടുക്കുന്ന മാതിരി ആട്ടിയിട്ട് അതേ മാതിരി തന്നെയല്ലല്ലോ നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വാങ്ങിക്കുന്നത്, അല്ലെ? നമ്മൾ പലതരത്തിലുള്ള ഓയിൽസിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് കോക്കനട്ട് ഓയില്,
മറ്റേ എന്താ പറയാ സൺഫ്ലവർ ഓയിൽ, ഒലിവ് ഓയിൽ, ഒത്തിരി ഓയിലുകളുണ്ട്. ഇതെല്ലാം തന്നെ അവിടുന്ന് എക്സ്ട്രാക്റ്റുകൾ എടുത്ത് അത് എന്താ പറയാ ആട്ടിച്ചൊക്കെ എടുത്തിട്ട് അങ്ങനെ തന്നെയല്ല നമ്മുടെ കയ്യിലേക്ക് എത്താം. ഇറ്റ് ഷുഡ് ബി റിഫൈൻഡ്. അത് റിഫൈൻ ചെയ്ത് ശുദ്ധീകരിച്ചിട്ടാണ് അതിന്റെ മറ്റ് പൊടിപടലങ്ങളോ മറ്റു കാര്യങ്ങളും പാർട്ടിക്കൽസോ ഒന്നും ഇല്ലാതെ ആക്കിയിട്ടാണ് നമുക്ക് തരാം. അതുപോലെ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുമ്പോൾ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യണമെങ്കിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവരെ ചെയ്യേണ്ട ജോലികളും ആദ്യം പഠിപ്പിക്കണം. കൂടാതെ ചെയ്യേണ്ട ജോലി മാത്രം പഠിപ്പിച്ചാൽ പോരാ. ഇതൊക്കെയാണ് ഈ ഓർഗനൈസേഷന്റെ റൂൾസ്, പ്രൊസീജിയർ. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, നമ്മൾ ജോലി ചെയ്യുന്നതാണ്, നമ്മൾ ഈ ഒരു ലെവലിലേക്ക് ജോലി ചെയ്ത് എത്തണം എന്നുള്ള സകലമായ ഡീറ്റെയിൽസും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ അങ്ങനെ റിഫൈൻ ചെയ്തെടുക്കേണ്ടവരാണ് ഈ പറയുന്ന എംപ്ലോയീസിനൊക്കെ. അതുകൊണ്ട് അത് എന്തെന്ന് വിളിക്കും, ഒരു റിഫൈനിങ് പ്രോസസ് കൂടിയാണ് എംപ്ലോയീസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇനി ട്രെയിനിങ്ങിന്റെ പ്രധാനപ്പെട്ട എയിം എന്താണ്, ഒരു പർപ്പസ് എന്താണ്? പ്രൈമറി പർപ്പസ് ഓഫ് ട്രെയിനിങ് ആർ ടു ഇൻക്രീസ്. എന്തിനു വേണ്ടിയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്? വന്ന പാടെ ജോലിക്ക് എടുക്കുക, ട്രെയിനിങ് ഒന്നുമില്ല, അങ്ങനെ ചെയ്യുമോ എല്ലാവരും? ഇല്ല. ടു ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി. നമ്മുടെ ഓർഗനൈസേഷന്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ കൂടുതൽ ഉത്പാദനക്ഷമമാക്കുക എന്ന് വെച്ചാൽ എല്ലായിടത്തും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. എന്ത് ജോലി ചെയ്താലും അവിടെ പെട്ടെന്ന് അതിന്റെ റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. മാത്രമല്ല ടു ഇൻക്രീസ് ക്വാളിറ്റി, നമ്മുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക, അപ്ഗ്രേഡ് ചെയ്യുക. ആൻഡ് ഓൾസോ ടു ഹെൽപ് ദ ഓർഗനൈസേഷൻ ഫുൾഫിൽ ഇറ്റ്സ് ഫ്യൂച്ചർ പേഴ്സണൽ നീഡ്സ്. മാത്രമല്ല ഒരു ഓർഗനൈസേഷന്റെ എംപ്ലോയീസിന്റെ ആവശ്യകതകളെ നിറവേറ്റുക. ഭാവിയിൽ ഉണ്ടാകുന്നതും ഇപ്പോഴൊക്കെ ഉള്ള എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക. ഇംപ്രൂവ് ഓർഗനൈസേഷൻ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷന്റെ സാഹചര്യവും ചുറ്റുപാടും ഒക്കെ ഇംപ്രൂവ് ചെയ്യുക. ഹെൽത്തും അതുപോലെ തന്നെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യുക. എംപ്ലോയീസിന്റെ അവരുടെ തന്നെ സ്വയം സംരക്ഷിക്കണം. നമ്മളെ സംരക്ഷിക്കണം ആരുമല്ല, നമ്മളെന്നെ സംരക്ഷിക്കണം. അപ്പൊ അവര് ഓരോരുത്തരും അവരവരുടെ ഹെൽത്തും അവരവരുടെ സേഫ്റ്റിയും സുരക്ഷിതമാക്കുക. ഒബ്സോൾസൻസ് പ്രിവെൻഷൻ. എന്താ ഒബ്സോൾസൻസ് എന്ന് പറഞ്ഞാൽ? കാലഹരണപ്പെടൽ എന്നാണ് ഇതർത്ഥം. ഒബ്സോൾസൻസ് എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെടൽ എന്ന് വെച്ചാൽ എന്താ? ഡിപ്രീസിയേഷൻ കണ്ടിട്ടുണ്ടാവും അല്ലെ? അതിന്റെയൊക്കെ മറ്റൊരു വേർഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കാലഹരണപ്പെടൽ എന്ന് വെച്ചാൽ പഴക്കം ചെല്ലലാണ് അല്ലെ? അതായത് ഇല്ലാണ്ടായി കൊടുക്കുക, വാല്യൂ മൂല്യച്യുതി സംഭവിക്കുക. അത് മലയാളത്തിൽ വാക്കതാണ് മൂല്യച്യുതി സംഭവിക്കുക. അപ്പൊ ഓർഗനൈസേഷന്റെ മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടേ. അപ്പൊ ആ കാലഹരണപ്പെടൽ ഇല്ലാതാക്കാനൊക്കെ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്തിനും ഓരോ എംപ്ലോയീസിന്റെയും വ്യക്തിപരമായ വളർച്ചയ്ക്കും ഒക്കെ തീർച്ചയായും ട്രെയിനിങ് കൂടിയേണ്ടിരും. അപ്പൊ ആ പ്രൈമറി പർപ്പസ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് തുടങ്ങി ആ പേഴ്സണൽ ഗ്രോത്ത് വരെയുള്ള ഭാഗം ഒന്ന് ബ്രാക്കറ്റിലേക്ക് ഇമ്പോർട്ടന്റ് ആണ്. Primary purpose of training includes എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. Increase productivity, upgrade quality, help organization to fulfill future personal needs, improve organizational climate, improve health and safety, obsolescence prevention and personal growth. ഇതെല്ലാം നമ്മുടെ എംപ്ലോയി ട്രെയിനിങ്ങിന്റെ പ്രധാനപ്പെട്ട പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ്. ക്ലിയർ ആയോ? മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. അത് സിമ്പിൾ ആണ്, സിമ്പിൾ ആയതിന്റെ ഹമ്പിൾ ആണ്. ഓക്കെ, ഇനി ഈ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാന്ന് നോക്കാം. എന്തൊക്കെ എന്താ പറയാ സ്റ്റെപ്പുകളാണ് ഒരു ട്രെയിനിങ് പ്രൊസീജിയേഴ്സിനുള്ളത്. ട്രെയിനിങ് പ്രോഗ്രാം നടത്തുമ്പോൾ ഏതൊക്കെ പടിപടിയായിട്ട് ചെയ്യണമെന്ന് എല്ലാം. അപ്പൊ പടിപടിയായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിക്കേണ്ടത്? ഒന്ന്, ഡിസ്കവർ ഓർ ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ്. എന്തിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടതെന്ന് ആദ്യം തന്നെ കണ്ടെത്തുക. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിലേക്ക് കുറച്ച് ആൾക്കാരെ, ജോലിക്കാരെ റിക്രൂട്ട് ചെയ്തു. അപ്പൊ റിക്രൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ അവരെ റിക്രൂട്ട് ചെയ്തതിനു ശേഷം മറ്റ് ജോലിക്കാരോട് ഇങ്ങനെ നിർദ്ദേശിക്കുകയാണ്, യു ഹാവ് ടു ട്രെയിൻ ദം. നിങ്ങൾ അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ആ ട്രെയിനിങ് എങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കണേന്ന് അറിയണമെങ്കിൽ അതിന്റെ ആവശ്യകത അറിയണ്ടേ? ട്രെയിനിങ്ങിന്റെ റിക്വയർമെന്റ് അറിയണ്ടേ? എന്ത് ട്രെയിനിങ് കൊടുക്കട്ടെ, ഏത് രീതിയിലേക്കുള്ള ട്രെയിനിങ് കൊടുക്കണ്ടേന്ന് അറിയണം. ആ സാധ്യത കണ്ടെത്തുക. അതാണ് ടു ഡിസ്കവർ ഓർ ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്. അടുത്തത് എന്താ ചെയ്യേണ്ടത്? ട്രെയിനിങ് റിക്വയർമെന്റ്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി. അടുത്തത് ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ്. ട്രെയിനിങ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താ പറയാ റെഡിയാക്കുക. ആ ജോബല്ല, ജോലി ചെയ്യാൻ റെഡിയാകാന്നല്ല അവർ ഉദ്ദേശിച്ചത്. ട്രെയിനിങ് എന്ന് പറയുന്ന ആ ജോലി, ആ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുക. ട്രെയിനിങ് കൊടുക്കാനുള്ള ആള് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുക. എന്തൊക്കെ ട്രെയിനിങ് കൊടുക്കട്ടെ എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി റെഡിയാക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ. പിന്നെ ആരെ റെഡിയാക്കണം? എന്താ പറയാ ട്രെയിൻ ചെയ്യുന്ന ആള്, ട്രെയിനർ റെഡിയായി. ഇനി ആര് റെഡി ആവണം?
ആരായിരിക്കും റെഡി ആവണ്ടേ? ലേണർ ആരെയാണോ നമ്മൾ ട്രെയിൻ ചെയ്യാൻ പോകുന്നത് അവരും റെഡി ആകണം അല്ലെ. എങ്ങനെ റെഡി ആവണം? നല്ല ഉടുപ്പൊക്കെ ഇട്ട് വരണം, അതാണോ? അതൊക്കെ ആവശ്യം തന്നെ. അതെല്ലാം ഉദ്ദേശിച്ചത് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ ഒരുങ്ങണം. നമ്മളൊരു പുതിയ ഉദ്യമം ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കിട്ടുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് വളരെ സൂക്ഷ്മതയോടെ, വളരെ എന്താ പറയുക, ഏകാഗ്രത ചിന്തയോടെ തന്നെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് അവിടെ ഇരിക്കണം. അല്ലെങ്കിൽ പല ചിന്തയൊക്കെ കഴിഞ്ഞാൽ അവിടെ പറയുന്ന ഇൻസ്ട്രക്ട് ചെയ്യുന്ന കാര്യങ്ങൾ പകുതി പോകാൻ നമ്മുടെ ചെവിക്കാത്തോണ്ടോ തലയ്ക്കാത്തോണ്ടോ ചെയ്തില്ല. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും? നമുക്ക് മനസ്സിലായി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ഇങ്ങനെ കഴിഞ്ഞിട്ട് എന്താ, പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്താ, നമ്മൾ സംശയിച്ചിരിക്കാനായിട്ട് നടക്കേണ്ടി വരും അല്ലെ. അതിന് പകരം കൃത്യമായിട്ട് നമ്മൾ നമ്മെ തന്നെ ഒരുക്കുക. ലേൺ ചെയ്യാൻ പോകുന്ന ആളുകൾ ഒരുങ്ങണം, അതുപോലെ തന്നെ ലേൺ ചെയ്യിപ്പിക്കുന്ന ആളുകൾ, ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആളുകളും ഒരുങ്ങണം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡന്റിഫൈ ചെയ്യുക, ട്രെയിനിങ്ങിന്റെ ആവശ്യകത മനസ്സിലാക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് ഗെറ്റ് റെഡി ഫോർ ദ ജോബ്, ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആകുക, അതായത് ട്രെയിനർ റെഡി ആകുക. മൂന്നാമത്തേത് പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ, ലേണറിനെ ഒരുക്കുക. മനസ്സിലായി? ഇതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ട് അവരെ ഒരുക്കുക. നെക്സ്റ്റ് വൺ പ്രിപ്പറേഷൻ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് നോളജ്, പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ്. ഇനി ഈ പറയുന്ന ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുക. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഇൻ ട്രെയിനിങ്. ട്രെയിനിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട നടപടിയാണ് അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ പ്രസന്റ് ചെയ്യുക. ഈ എന്താണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്, ആ കാര്യങ്ങളും അതിന്റെ അറിവുകളും മറ്റുമൊക്കെ പ്രിപ്പയർ ചെയ്ത് അത് പ്രസന്റ് ചെയ്യുക. പ്രിപ്പയർ ചെയ്തുകൊണ്ട് എഴുതാൻ പറയാം, ഞാനത് മനസ്സിലാക്കി കൂടി കൊടുക്കണം. എന്നാലും മാത്രമേ അവർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് എനിക്കൊക്കെ മനസ്സിലായിട്ട്, പക്ഷെ ഞാൻ അവിടെ കൈകിട്ട് നോക്കിയിരുന്ന കാര്യമില്ല. ആ ലേണർക്ക് അത് നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യണം. ആൻഡ് ആ ട്രെയിനർ അന്നേരം ട്രെയിനർ ഷുഡ് ക്ലിയർലി ടെൽ എന്നാ പറഞ്ഞേക്കണം. എന്ന് വെച്ചാൽ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. ആൻഡ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഷോ ചിലപ്പോൾ കാണിച്ചു കൊടുക്കേണ്ടതാകാം, കാണിച്ചു കൊടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ കൊടുക്കണം. ഇലസ്ട്രേറ്റ് എന്ന് വെച്ചാൽ എന്താ, ഉദാഹരണങ്ങളോ മറ്റു കാര്യങ്ങളോ സൂചനയോ അല്ലെങ്കിൽ വരച്ചോ അങ്ങനെയൊക്കെയാണോ, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണം. ക്വസ്റ്റ്യൻ ന്യൂ നോളജ് ആൻഡ് ഓപ്പറേഷൻസ്. ഇനി ഈ മുന്നിലിരിക്കുന്ന ആൾക്കാര് ചിലപ്പോ നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരായിരിക്കുമല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യണം, ചില ചോദ്യങ്ങളും അവരിലേക്ക് ഇട്ടു കൊടുക്കണം. എന്തിന്? അവരിൽ നിന്ന് കൂടുതൽ നല്ല നല്ല ഉത്തരങ്ങളും അതുപോലെ അവരെയൊക്കെ ചിലപ്പോ നമ്മളെക്കാൾ നല്ലൊരു ഐഡിയയും ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടാം. സോ യു ഹാവ് ടു പുട്ട് ക്വസ്റ്റ്യൻസ്, അവരിലേക്കും ചോദ്യങ്ങൾ ഇട്ടു കൊടുക്കണം. സോ ദേ ക്യാൻ ഗെറ്റ് ന്യൂ നോളജ്, പുതിയ അറിവ് അവരിൽ നിന്നും കിട്ടാം. കാരണം 10 തല ഇരിക്കുന്നുണ്ടെങ്കിൽ 10 ആൾക്കാർ ഇരിക്കുന്നുണ്ടെങ്കിൽ 10 തലയിൽ ഉദിക്കുന്ന ആശയങ്ങളും ഡിഫറെന്റ് ആയിരിക്കാം. സോ അതിൽ നിന്ന് നല്ലതും നമുക്ക് കിട്ടും. നമ്മൾ കേട്ട് നമ്മളാണ് ഭയങ്കര അറിവും കഴിവൊക്കെ ഉള്ള ആൾക്കാരെന്ന്, പക്ഷെ കുറച്ച് ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കരന്മാരാണല്ലോ, നമ്മളെയൊക്കെ കുട്ടികളാണല്ലോ എന്നൊക്കെ നമുക്ക് പിന്നീടായിരിക്കും മനസ്സിലാകുക അല്ലെ. സോ മുഖം നോക്കിയൊന്നും ആരെയും നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ വെൻ നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ സംസാരിച്ചൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇതിനെ കുറിച്ചൊക്കെ അറിവുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുക. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി അവർക്ക് വിട്ടുകൊടുത്താൽ ന്യൂ നോളജ് ആൻഡ് ഓപ്പറേഷൻസ്, പുതിയ അറിവുകളും പുതിയ കാര്യങ്ങളും മനസ്സിലാക്കി ഇങ്ങോട്ടും കിട്ടും. സോ അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ പിന്നെയും കൊടുക്കാം. ലേണർ ഷുഡ് ബി ടോൾഡ്. മാത്രമല്ല ഇവർക്ക് എൻറ്റയർ ജോബ് എന്ത് ജോലിയാണോ അതിനെ കുറിച്ച് വ്യക്തമായി ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഈച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? ഏതൊക്കെ പെർഫോം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. ഇതെല്ലാം ഈ പറയുന്ന സെക്ഷനിലാണ് ചെയ്യേണ്ടത്. ഏത്? 4ാമത്തെ പോയിന്റിലാണ്, 4ാമത്തെ സ്റ്റെപ്പിലാണ് ഇതെല്ലാം നടക്കേണ്ടത്. ഏത്? അറിയുക, അറിവുള്ളതിനെ പ്രസന്റ് ചെയ്യുക. പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കേണ്ട കാര്യങ്ങള് ട്രെയിനർ ക്ലിയർ ആയിട്ട് പറയണം, ക്ലിയർ ആയിട്ട് കാണിക്കണം, ഇല്ലസ്ട്രേറ്റ് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരിൽ നിന്ന് ന്യൂ നോളജ് നമ്മൾ ഇങ്ങോട്ടേക്കും തിരിച്ചും ഏൺ ചെയ്യണം, വാങ്ങിക്കണം. ആൻഡ് ലേണർ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞിരുന്ന ജോബിനെ കുറിച്ചുള്ള എൻറ്റയർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പെർഫോം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അതാണ് പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അതിന് മനസ്സിലായോ? പെർഫോമൻസ് ട്രൈ ഔട്ട് ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്മളൊക്കെ പറഞ്ഞ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു, എല്ലാവരും ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തായിരിക്കും ചെയ്യേണ്ടത്? നമ്മൾ മനസ്സിലാക്കി കൊടുത്തു. ഇനി അവരത് എത്രത്തോളം മനസ്സിലാക്കിയെന്ന് നമ്മൾ അറിയണ്ടേ? വേണ്ടേ? നമ്മൾ പറഞ്ഞു മനസ്സിലായി, ക്ലിയർ ആയി, ഓക്കെ ശരിയാണ്, മനസ്സിലായി. ഇപ്പൊ ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി നമ്മൾ വ്യക്തമാക്കി കൊടുത്തത് ഇത് ഇന്നതൊക്കെയാണ്. ഇനി we have to make sure that whether they have followed what we have communicated. നമ്മൾ എന്താണോ അവരോട് പറയാനും അറിയിക്കാനും ഉദ്ദേശിച്ച കാര്യം അത് അവരിലേക്ക് എത്രത്തോളം എത്തി, അവരത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നറിയണ്ടേ? അതാണ് പെർഫോമൻസ് ട്രൈ ഔട്ട് എന്ന് പറയുന്നത്. ആ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം?
ട്രെയിനിയോട് ട്രെയിനിങ് ഹാസ് ടു ബി ആസ്ക്ഡ്, അവരോട് ചോദിച്ച് മനസ്സിലാക്കണം എന്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങള്, ആ ജോബുകള് ഒന്ന് എന്താ പറയാ പതുക്കെ ഒന്ന് പറയാൻ, എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാനും, ഈച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാനും, അത് ചെയ്ത് കാണിക്കേണ്ടതാണെങ്കിൽ ചെയ്ത് കാണിക്കാനൊക്കെ പറയണം. ആൻഡ് വൈൽ ദേ ആർ പെർഫോമിംഗ് ദാറ്റ്, ആ ഒരു കാര്യം അവര് നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലാക്കി തരുമ്പോ ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്സ്, അതിന്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് കാണുകയാണെങ്കിൽ we have to correct, നമ്മൾ എന്ത് ചെയ്യണം, അതിനെ തിരുത്തി കൊടുക്കണം. ട്രെയിനി അഡ്വൈസ് ടു ഡു ദ ജോബ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ബിൽഡിംഗ് അപ്പ് സ്കിൽ ആൻഡ് സ്കിൽ. ഈ തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളൊക്കെ തിരുത്തി വീണ്ടും രണ്ടാമത് ചെയ്യിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ 1-2 പ്രാവശ്യം വീണ്ടും 3-4 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടി വരും. അപ്പൊ നേരത്തെ തെറ്റിപ്പോയില്ല, അപ്പൊ നീ ഒന്നും കൂടി ആദ്യം കൂടി ഒന്നും ശരിയാക്കിയേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അപ്പൊ വീണ്ടും ചെയ്യിപ്പിച്ചു. അപ്പൊ ആദ്യം എടുത്ത അത്രയും സമയം എടുക്കില്ല, പിന്നീട് എടുക്കുമ്പോ, കാരണം അവർക്ക് അതിൽ സ്പീഡ് വന്നു തുടങ്ങി. ബിക്കോസ് ഇത് 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 അല്ല, 4 പ്രാവശ്യമൊക്കെ തിരുത്തി നമ്മൾ വന്നപ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടി സ്പീഡപ്പ് ആകുകയും ചെയ്യും. അതാണ് പെർഫോമൻസ് ട്രൈ ഔട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. ആ പെർഫോമൻസ് ട്രൈ ഔട്ട്, അതുപോലെ തന്നെ പെർഫോമൻസ് പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ്, ആ രണ്ടിലെയും ആദ്യത്തെ സെന്റൻസുകളും എന്തെല്ലാം ചെയ്യാമോ? പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജും അതുപോലെ പെർഫോമൻസ് ട്രൈ ഔട്ടും ആദ്യത്തെ സെന്റൻസുകൾ നന്നായി ചെയ്യാം. നെക്സ്റ്റ് വൺ ഫോളോ അപ്പ് ആണ്. അടുത്തത് എന്താ ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തു, അതിനുശേഷം ഇവർ ഓരോ ജോലികളിലേക്ക് ഏർപ്പെടും. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? അവർക്ക് അവരവരുടെ ജോലികളൊക്കെ കൊടുത്തു. ഇനി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ വർഷത്തോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുകയാണോ നമ്മൾ ചെയ്തത്? അല്ല. ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദ പ്രോഗ്രാം. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുക. എന്ന് വെച്ചാൽ അവരെ ടെസ്റ്റ് ചെയ്യുക, അവരുടെ ഇഫക്റ്റീവ്നെസ്. നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ കൊടുത്ത ട്രെയിനിങ്ങും ആ ട്രെയിനിങ്ങിന് വേണ്ടി എടുത്ത എഫേർട്ടും ഒക്കെ ഇവരുടെ പ്രവർത്തിയിലും നമ്മൾ പറയണ്ടേ? ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ട്രെയിൻ ചെയ്തത് എന്തൊക്കെ കാണിച്ചു വെച്ചാൽ കണ്ടില്ലേ എന്ന് പറയാൻ പാടില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലോ ഓരോ ദിവസമോ ഒക്കെ ചെയ്തിട്ട് അവരെ ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് പുതിയതായിട്ട് വന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന ആളുകളെയൊക്കെ നോക്കുക, അവരുടെ പെർഫോമൻസുകൾ വിലയിരുത്തുക. അതൊക്കെയാണ് ട്രെയിനിങ് പീരീഡിൽ നടത്തേണ്ടത്. അതിനെയാണ് ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് പ്രോഗ്രാംസ് എന്ന് വിളിക്കുക. ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? മനസ്സിലായ? ഓക്കെ. ഇനി ട്രെയിനിങ്ങിന്റെ മെത്തേഡുകളാണ്. എല്ലാ ട്രെയിനിങ്ങും, എല്ലാ തരത്തിലുള്ള ട്രെയിനിങ്ങും അല്ലെങ്കിൽ ഏത് ജോലിക്ക് വേണ്ടിയും ട്രെയിനിങ് ഒരുപോലെയാണോ? അല്ല. ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്. ട്രെയിനിങ്ങിന് പല മുഖങ്ങളുണ്ട്. അപ്പൊ ട്രെയിനിങ്ങിന്റെ 3 പ്രധാനപ്പെട്ട മെത്തേഡുകൾ, 2 പ്രധാനപ്പെട്ട മെത്തേഡുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതില് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്ന മെത്തേഡും ഉണ്ട്, ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്ന മെത്തേഡും ഉണ്ട്. പ്രധാനമായിട്ടും ഈ 2 മെത്തേഡാണ് ട്രെയിനിങ്ങിന്റെ ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സിലുള്ളത്. ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. A-B എന്ന് നമ്പർ ഇട്ടേക്കേണ്ട അടുത്ത മെത്തേഡ്. അതിൽ എയില് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എയില് വീണ്ടും സബ് ഹെഡിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബിയിലും വേറെ സബ് ഹെഡ്സ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. OJT എന്നതിനെ ഷോർട്ടിൽ പറഞ്ഞിട്ട് OJT, ഓൺ ദ ജോബ് ട്രെയിനിങ്. ഈ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇവിടെ എംപ്ലോയീസ് ഒരു വർക്ക് പ്ലേസിലേക്ക് എല്ലാവരെയും കൂടി എല്ലാ എംപ്ലോയീസിനും കൂടി വിളിച്ചു കൂട്ടും. എന്നിട്ട് അവർക്ക് ഉണ്ടല്ലോ ട്രെയിനിങ് കൊടുക്കും. ആ ട്രെയിനിങ് കൊടുക്കുമ്പോ ആക്ച്വൽ ടൂൾസ്, ആ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ ടൂളുകളൊക്കെ, ചില ഉപകരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ചെറുതോ മറ്റുമായിട്ടുള്ള ടൂൾസ്, എക്യുപ്മെന്റ്സ്, ഡോക്യുമെന്റുകളാണെങ്കിൽ അത് ഇതൊക്കെ എന്ത് ചെയ്യും? എംപ്ലോയീസിനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത് അതിന്റെയൊക്കെ ഉപയോഗത്താൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, പഠിപ്പിക്കുക. ഓക്കെ. അപ്പൊ അതിനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഓൺലൈൻ ഈ പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഇരിക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സുകളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻസിന് ഇവിടെ സ്മാർട്ട് സ്ക്രീൻ കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ ഇവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. ഒരു പുതിയ ടീച്ചർ വന്നു. ആ ടീച്ചറോട് വന്നിട്ട് അപ്പൊ ടീച്ചർക്ക് എന്താണ് സംഭവം അറിയില്ല, പഠിപ്പിക്കാനൊക്കെ അറിയാൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷെ വാട്ട് ടു ഡു, എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പൊ വന്നിരുന്നിട്ട് ഒരുപാട് കോളേജുകളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ പഠിപ്പിച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഹൗ ടു ഹാൻഡിൽ ദിസ് പ്ലാറ്റ്ഫോം, ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ അതെങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്? ഇപ്പൊ രീതി ഒക്കെ ഉണ്ടല്ലോ, നമ്മളിവിടെ ഓൺലൈനിൽ എല്ലാവരും കൂടിയിരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് അവിടെ നോട്ട്സ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഓൾ മ്യൂട്ട് കൊടുത്തിട്ടാണ് നിങ്ങളെ ക്ലാസ് എടുക്കുന്ന ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ. ഇത് പെട്ടെന്ന് കയറി വരുന്നവർക്കൊന്നും അറിയില്ല.
ബിക്കോസ് ഇവിടെ കുറച്ച് കൂടുതൽ കുട്ടികൾ ഇതിനകത്ത് ജോയിൻ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യണം അല്ലെ. അവർക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ചിലപ്പോൾ അവരോട് ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ. ചിലപ്പോൾ ആദ്യത്തെ ദിവസം ഒന്നും ക്ലാസ് കൊടുക്കില്ല. നമ്മൾ അങ്ങനെയാണ്, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവണം. ഇത് കമ്പ്യൂട്ടർ ആണോ എന്ന് വെറുതെ വായിച്ചത് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മതിയോ? പറ്റില്ല. അപ്പൊ ഇത് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തി നേരത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്യും. ലിങ്കുകൾ കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട് അവർക്ക്. അവർ ആ ലിങ്കിൽ ജോയിൻ ചെയ്യും. നമ്മളിത് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ അതിന്റെ അവിടെ ആ ഡെസ്ക് ടോപ്പിൽ നിന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. കാണിച്ചൊക്കെ കൊടുക്കും ആദ്യം തന്നെ. അതിനുശേഷം അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. ബിക്കോസ് എല്ലാ ക്ലാസ് റൂമിലും കാലത്ത് തന്നെ വന്നിരുന്നിട്ട് ഓരോ ക്ലാസ്സും ഓപ്പൺ ചെയ്യാനായിട്ട് ഇതിന്റെ ടെക്നിക്കൽ വിഭാഗക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുറച്ച് ദിവസമൊക്കെ 2 ദിവസമൊക്കെ ചിലപ്പോൾ അവർ വരും. ബാക്കിയുള്ള ദിവസം നമ്മൾ തന്നെ അത് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രെയിനിങ് തരും. ഇങ്ങനെ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണോ അതിന്റെ നോട്ട്സ് ഇവിടെ പ്രസന്റ് ചെയ്യണം. അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അതിന്റെ നോട്ട്സ് പ്രസന്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ അതൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ലെ. അപ്പൊ ഇതെല്ലാം തന്നെ ആ ടൂൾസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് ഉപയോഗിച്ചൊക്കെ എന്ത് ചെയ്യാം, ആ വർക്ക് പ്ലേസിൽ കൊണ്ടുവന്ന് എംപ്ലോയീസിനെ വിളിച്ചെത്തി അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കാണിച്ചു കൊടുക്കുക. അതിനെയാണ് നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് വിളിക്കുക. ആക്ച്വൽ ആയിട്ടുള്ള ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് തന്നെ ട്രെയിനിങ് കൊടുക്കുക. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ആർക്ക് മനസ്സിലാവാത്തത്? ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കുമ്പോ ആ ജോലി വേഗം കയറി ചെയ്തോളല്ല എന്ന് പറയുന്നത്. അതിനു മുമ്പ് തന്നെ അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ്. ആ ട്രെയിനിങ്ങിന് നമ്മൾ ചെയ്യേണ്ട ജോലിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എല്ലാം ഉപയോഗിച്ച് ആ ട്രെയിനിങ് കൊടുക്കുന്നു. ചിലപ്പോൾ ടൂളുകളാണ്, എക്യുപ്മെന്റുകളാണ്, ചില ഡോക്യുമെന്റുകൾ. ഇപ്പൊ അക്കൗണ്ട് സെക്ഷനൊക്കെ ആണെങ്കിൽ അവർക്ക് കുറെ ഡോക്യുമെന്റുകളും കുറെ വൗച്ചേഴ്സും അങ്ങനത്തെ കാര്യങ്ങളും ഫയലുകളൊക്കെ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ നോക്ക്, ഇതൊക്കെയാണ് നമ്മൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്, എൻറ്റർ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചുകൊണ്ടോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠിപ്പിക്കലുകൾ കൊടുക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കേണ്ടി വരുന്ന ടൂൾസ്, എവറിത്തിങ്, എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആക്ച്വൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ ട്രെയിനിങ് കൊടുക്കുന്നു. അതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ആൻഡ് ഓൺ ദ ജോബ് ട്രെയിനിങ് പ്രധാനമായിട്ടും 2 എണ്ണമാണ്. 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്, ദാറ്റ് ഈസ് JIT-യും അതുപോലെ തന്നെ അപ്രന്റീസ്ഷിപ്പും. ഓക്കെ. അപ്പൊ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങും അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്ന 2 ഓൺ ദ ജോബ് ട്രെയിനിങ് ആണുള്ളത്. ഒന്നാമത്തെ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങിന് ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടു വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, ചെയ്യിപ്പിക്കുന്നു. വീണ്ടും കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, ചെയ്യിപ്പിക്കുന്നു. അത് ഗ്രാജുവൽ ആയിട്ടുള്ള ലേണിംഗ് ആണ്. എന്ന് വെച്ചാൽ പതിയെ 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 ക്രമാനുസൃതമായിട്ട് അങ്ങോട്ട് പഠിപ്പിക്കുക. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗം അതൊന്ന് ചെയ്തേ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞൊക്കെ തന്നത്, അതൊന്ന് ചെയ്തേ, അത് പഠിപ്പിക്കുന്നു. അതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണോ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, എന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അതാണ് അങ്ങനെ ഗ്രാജുവൽ ആയിട്ടുള്ള ലേണിംഗ് ആണ് എന്തെന്ന് വിളിക്കാം നമ്മൾ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഓൺ ദ ജോബ് ട്രെയിനിങ് വരുന്ന മറ്റൊന്നാണ് അപ്രന്റീസ്ഷിപ്പ്. ഇത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്രന്റീസ്ഷിപ്പ് ഇത് കേട്ടിട്ടില്ലേ? നമ്മള് പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്താ അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വളരെ ലോ വേജസിന് ആരുടെയെങ്കിലും കീഴില് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, കൊണ്ടുവന്നാക്കുക. സ്കിൽഡ് എംപ്ലോയറിന്റെ കീഴില്. അപ്പൊ ഈ അപ്രന്റീസുകൾക്ക് വളരെ ചുരുങ്ങിയ കൂലി സാലറി ഒക്കെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക, സാധാരണ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ. ഇനി അത് കഴിഞ്ഞ് അവരതൊക്കെ പഠിച്ച് വളരെ സ്കിൽഡ് ആയി കഴിയുമ്പോൾ അവർക്കൊപ്പം തന്നെ കിട്ടും. നേരത്തെ ആരുടെ ഒപ്പമാണോ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലെയുള്ള സാലറി കൊടുക്കും. പണ്ടൊക്കെ നമ്മള് കുട്ടികളെയൊക്കെ പണ്ടത്തെ കാലത്താണ്, ഇപ്പൊന്നുമല്ല, ഇപ്പൊക്കെ അങ്ങനെയൊന്നും നമ്മൾ മക്കളെ ഒന്നും വിടില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പ്ലസ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ പിള്ളേർക്കൊക്കെ മാർക്കുകളൊക്കെ കുറവാണെങ്കിൽ 2-3 മാസമൊക്കെ വെറുതിരിക്കട്ടെ, പിന്നെ അടുത്ത ഡിഗ്രിക്കോ മറ്റൊക്കെ ചേരണമെന്നുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും, അതെ ആ പോണ അതുവരെ എല്ലാ അടുത്തുള്ള വർക്ക്ഷോപ്പിലും കൊണ്ടായി ആക്കുക. പെൺകുട്ടികളെ ആണെങ്കിൽ ടൈപ്പ് റൈറ്റിങ്ങോ അല്ലെങ്കിൽ എന്താ പറയാ, ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ അങ്ങനെ പഠിക്കില്ല, തയ്യല് അല്ലെ. തയ്യല് ഒരു ഹാൻഡ് നമ്മള് എന്തെങ്കിലും നമുക്ക് ഒരു കൈത്തൊഴിലൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് വിചാരിച്ചിട്ടേ അതിന് വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോയാക്കാം. അപ്പൊ ആദ്യമൊക്കെ നമ്മള് അവിടെ ചെന്ന് ചെറിയ ഫീസില് നമ്മൾ അങ്ങോട്ടൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ അവരുടെ കീഴിൽ തന്നെ ചിലപ്പോൾ തയ്ക്കാനൊക്കെ തന്നെ ഇരിക്കുമ്പോൾ ചെറിയ വേജസ് ഒക്കെ ആയിട്ട് നമുക്ക് ഡെയിലി നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇതൊക്കെ അപ്രന്റീസ്ഷിപ്പിന്റെ ഭാഗമാണ്. ചിലപ്പോ എന്താ പറയാ, മറ്റേതെങ്കിലും കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവിടെയും കുട്ടികളൊക്കെ ചില ആൾക്കാര് കൊണ്ടുചെന്നാക്കും, മക്കളെയൊക്കെ കൊണ്ടുവന്നാക്കും. കാരണം അവരതൊക്കെ ഒന്ന് ജസ്റ്റ് 2 മാസമൊക്കെ അവർ എന്തെങ്കിലും പഠിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ ചെറിയ വേജസ് ആയിട്ട് അവർക്ക് കൊടുക്കുന്ന അത്രയും കൂലിയൊന്നും കിട്ടുമായിരിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അപ്രന്റീസ്ഷിപ്പ് എന്ന് വിളിക്കുക.
പേഴ്സണൽ ലേണിംഗ് എ ട്രേഡ് ഫ്രം എ സ്കിൽഡ് എംപ്ലോയർ. ഭയങ്കര കഴിവുള്ള എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്കില്ല് അല്ലെങ്കിൽ ഒരു കാര്യം പഠിച്ചെടുക്കുക. ഹാവിംഗ് അഗ്രീഡ് ടു വർക്ക് ഫോർ എ ഫിക്സഡ് പീരീഡ് ഫോർ ലോ വേജസ്. വളരെ ചുരുങ്ങിയ കൂലിക്ക് ഒരു ഫിക്സഡ് പീരീഡ് വരെ ജോലി ചെയ്തോളാം എന്നുള്ള ഗ്യാരണ്ടിയിലാണ് ഒരു സ്കിൽഡ് എംപ്ലോയറിന്റെ കീഴിൽ ഈ പറയുന്ന കാര്യം പഠിച്ചെടുക്കുന്നത്. ആ ഒരു സാധനം പഠിച്ചെടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമ്മള് അത് പഠിച്ചെടുത്ത് കഴിയുമ്പോ നമ്മളത് പഠിച്ചെടുത്തു, പിന്നെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ യൂണിറ്റുകളൊക്കെ തുടങ്ങാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആയിരിക്കും അതിന്റെ ഒരു രീതി. അതാണ് എന്തെന്ന് അപ്രന്റീസ്ഷിപ്പ്. അപ്പൊ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുന്ന രീതിയാണ്. അത് രണ്ട് രീതിയിലാണ്. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്, ദാറ്റ് ഈസ് JITM, അപ്രന്റീസ്ഷിപ്പ്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അടുത്തത് ഓഫ് ദ ജോബ് മെത്തേഡ് ആണ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ് അടുത്തത്. ഓഫ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പൊ എന്തായിരിക്കും. അതായത് കറക്റ്റ് ആക്ച്വൽ വർക്ക് ഫ്ലോറിലായിരിക്കില്ല, കൃത്യമായിട്ട് ആ ജോലി നടക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട സ്ഥലത്തായിരിക്കില്ല ഈ പറയുന്ന ട്രെയിനിങ് കൊടുക്കുന്നത്. അതിനേക്കാൾ എവിടെയെങ്കിലും ദൂരെ ആയിരിക്കും. മനസ്സിലായി. വേറെ ഏതെങ്കിലും സ്ഥലത്ത് എല്ലാവരും കൂടി വിളിച്ചെത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു. ആക്ച്വൽ വർക്ക് പ്ലേസിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നില്ല. കാരണം ചിലപ്പോൾ ഒരു 1-2 ആളൊന്നും ആയിരിക്കില്ല ട്രെയിൻ ചെയ്യപ്പെടേണ്ട വ്യക്തികളെ, ഒരു ഗ്രൂപ്പ് ഒക്കെ ആയിരിക്കും, കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ ഇവരെല്ലാവരെയും കൂടി ആ ജോലി സ്ഥാപനത്തിലേക്ക് എല്ലാവരെയും കൂടി കൊണ്ടുപോകാൻ പറ്റുമോ? അവിടെ കൊണ്ടുപോയിട്ട് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമോ? മറ്റുള്ളവർക്ക് അവിടെ ജോലി ചെയ്യുന്നവർക്ക് തടസ്സം വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് വർക്ക് പ്ലേസിന്റെ ദൂരെ എവിടെയെങ്കിലും ആക്ച്വൽ വർക്ക് പ്ലേസിൽ അല്ലാതെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുന്ന മെത്തേഡിനെയാണ് ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് വിളിക്കാം. മറ്റേതായിരുന്നു വർക്ക് പ്ലേസിൽ തന്നെ അവിടെയുള്ള ഉപകരണങ്ങളൊക്കെ ശരിക്കും ഉപയോഗിച്ച് കാണിച്ചു കൊടുത്ത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ് ഓൺ ദ ജോബ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഇനി ഓഫ് ദ ജോബ് ട്രെയിനിങ് വരുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ലെക്ചർ ആണ്. ലെക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ലെക്ചർ എന്ന് പറഞ്ഞാൽ ഒരാള് ഇരുന്നിട്ട് കുറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ഒരുമിച്ച് എല്ലാവർക്കും കൂടി ആയിട്ട് ഒരു വലിയ ഹോളോ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമോ പോലെയൊക്കെ വിളിച്ചെത്തിയിട്ട് എന്താന്ന് വെച്ചാൽ നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഈ കേക്ക് ഉണ്ടാക്കുന്നത്, കുട നിർമ്മാണം, ഇതൊക്കെ ഈ കുടുംബശ്രീ വഴിയൊക്കെ ആളുകൾ ചിലപ്പോഴൊക്കെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരെണ്ണം മറ്റേത് ഇതാണ്, എന്താ മറ്റേ നമ്മുടെ അബാക്കസ് ട്രെയിനിങ് കേട്ടിട്ടുണ്ടോ? അബാക്കസ് ട്രെയിനിങ് അവരുടെ ഇതിനകത്തൊക്കെ വരുന്നുണ്ട് കുടുംബശ്രീയിലൊക്കെ അല്ലെ. അതിന് ട്രെയിനിങ് കൊടുക്കാം. അപ്പൊ അവിടെ 1-2 ആൾക്കാരാണോ വരുന്നത്? അല്ല അല്ലെ, കുറച്ച് അധികം ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് എല്ലാവരും കൂടി ഓരോരുത്തരും വിളിച്ചിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എത്ര ദിവസം വേണ്ടി ഒരുപാട് ആൾക്കാരൊക്കെ ട്രെയിൻ ചെയ്തെടുക്കാൻ. അപ്പൊ ഓരോ പഞ്ചായത്തിലൊക്കെ കുറച്ച് ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ റേറ്റില് കുട്ടികൾക്ക് അബാക്കസ് ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉദ്ദേശിച്ചേക്കണേ. അപ്പൊ അങ്ങനെ ഇപ്പൊ ചില കുടുംബശ്രീയുടെ ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യാം, ഒരു ലെക്ചർ നിന്നിട്ട് അതെങ്ങനെയാണ് എന്നൊക്കെ ഇവർക്ക് ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കും, പഠിപ്പിച്ചു കൊടുക്കും എംപ്ലോയീസിനെ. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന അപ്പൊ ഒരു ലെക്ചർ ആയിരിക്കും ആളുണ്ടാകുക, അവർക്ക് എല്ലാവർക്കും കൂടി പറഞ്ഞു കൊടുക്കാനായിട്ട്. മറ്റൊന്ന് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആണ്. അതും ഇതുപോലെ തന്നെ ഒരു ക്ലാസ് റൂം പോലെ, ക്ലാസ് റൂം ട്രെയിനിങ് ആണ്. അപ്പൊ ഒരു ഇതുപോലെയുള്ള എക്യുപ്മെന്റുകളുടെ മെഷീൻസ് ആക്ച്വൽ അല്ലാട്ടാ അവരുടെ വർക്ക് പ്ലേസിലുള്ള സാധനങ്ങളുടെ പോലെ ഇരിക്കുന്നത്, അതിന്റെ ഐഡന്റിക്കൽ ആയിട്ടുള്ളത്. ചിലപ്പോ അതിന്റെ രൂപമൊക്കെ ആയിരിക്കും, സ്ട്രക്ചറൊക്കെ ആയിരിക്കും ഉണ്ടാവുള്ളൂ. കറക്റ്റ് ആയിട്ടുള്ള ആ ഉപകരണം ആയിരിക്കില്ല. കറക്റ്റ് ആയിട്ടുള്ള ഉപകരണം നമ്മൾ പറയുന്നത് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. അതേ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. ഇവിടെ ഐഡന്റിക്കൽ ആയിട്ടില്ല, അതുപോലെ തോന്നുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ട്രെയിൻ ചെയ്യുന്നു. ഒരു വലിയ ക്ലാസ് റൂമില് ഒരാള് ഇരുന്നിട്ട് ആ എക്യുപ്മെന്റുകളൊക്കെ കൊണ്ടുവന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ട്രെയിൻ ചെയ്യുന്നതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞൊരു ലോങ് ഹോളാണ് കേട്ടോ. ഒരു വലിയ ഹോളിനെയാണ് വെസ്റ്റിബ്യൂൾ എന്ന് വിളിക്കുക. അതിന്റെ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടായിട്ട് അതിന്റെ പക്കത്തില് ട്രെയിൻ ചെയ്യുന്ന ആളവിടെ കയറി നിന്ന് എന്താ പറയാ, 2 വശത്തും ആളുകൾ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ കുറെ ആളുകളെ ഇരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ എക്യുപ്മെന്റുകളുടെ പോലെ തോന്നുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അതിന്റെ രൂപം ഇന്നതാണ്, ഇത് ഇങ്ങനെയാണ് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ടൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കില്ലേ? അതിനെയാണ് നമ്മൾ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് വിളിക്കുക. മനസ്സിലായ? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് മനസ്സിലായോ? എന്താണല്ലോ ഹലോ കോൺഫറൻസസ്. അതും ഇതുപോലെ തന്നെ എന്താ പറയാ, കോൺഫറൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെമോ പോലെയൊക്കെ കാണിച്ചു കൊടുക്കുക. അതും ഇതുപോലെയൊക്കെ തന്നെ കോൺഫറൻസ് പോലെ എല്ലാവരും കൂടിയൊക്കെ ഇരുന്നിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നു. ഗ്രൂപ്പ് ഡിസ്കഷൻസും അതുപോലെ തന്നെയാണ്.
എല്ലാവരെയും കൂടി ചേർത്തിട്ട് ഗ്രൂപ്പായിട്ട് നമ്മൾ അങ്ങോട്ടേക്കും ഇൻസ്ട്രക്ട് ചെയ്യുന്നു, അവരിൽ നിന്ന് ഇങ്ങോട്ടേക്കും നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അതൊക്കെ ട്രെയിനിങ് ആണ്. ഇതൊക്കെ ഈ രീതിയിലൊക്കെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഓഫ് ദ ജോബ് മെത്തേഡിൽ ഈ പറയുന്ന രീതിയൊക്കെ വരുന്നുണ്ട്. അതിന്റെ ആ പേരുകളൊക്കെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ലെക്ചർ, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, എന്താ പറയാ കോൺഫറൻസ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഇതിലേക്ക് ഏതൊക്കെ വരുമെന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ വരുന്നത് ഏതൊക്കെയാ, ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ വരുന്നത് ഏതൊക്കെയാന്ന് ചോദിക്കട്ടെ. അതൊന്ന് ടിക്ക് ചെയ്തേക്കാം. ഓക്കെ. പിന്നെ കേസ് സ്റ്റഡീസ്, അതായത് കേസ് സ്റ്റഡി എങ്ങനെയാ നമ്മള് ചെയ്ത് തന്നെ പഠിക്കുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. നമ്മൾ തന്നെ ചെയ്ത് പഠിക്കുക. കേസ് സ്റ്റഡീസ് അതും ഒരു എന്താ പറയാ ട്രെയിനിങ് രീതി തന്നെയാണ്. റോൾ പ്ലേയിങ് ആണ്. റോൾ പ്ലേയിങ് എന്താ? റോൾ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മളിപ്പോ ഒരാളുടെ ഇരിക്കാന്ന് കേട്ടില്ലേ, പ്രിറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടല്ലേ. റോൾ പ്ലേയിങ് ഈസ് പ്രിറ്റൻഡിങ് ടു ബി someone else or pretending to be a particular situation that you are not really in. നമ്മളിപ്പോ അല്ലാത്തൊരു സാഹചര്യത്തില് അങ്ങനെയൊന്നും അല്ല നമുക്ക്, പക്ഷെ നമ്മളത് അങ്ങനെയാണെന്ന് വിചാരിച്ച് ആക്ട് ചെയ്യുന്നു, പ്രിറ്റൻഡ് ചെയ്യുന്നു. അതാണ് റോൾ പ്ലേയിങ്. അതും ട്രെയിനിങ്ങിന്റെ രീതി തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞുതരാം. ഈ CPR കൊടുക്കുന്നത്. അപ്പൊ ഒരാളെ പെട്ടെന്ന് നമ്മളിങ്ങനെ എല്ലാവരും കൂടി കൊടുക്കുകയാണ്. അപ്പൊ ട്രെയിനിങ്ങിനകത്ത് എല്ലാവരും കാണിച്ചു കൊടുക്കുകയാണ്. എന്ത് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് കൂടെ നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കുഴഞ്ഞു വീഴുകയാണ്. സോ വാട്ട് വി ഹാവ് ടു ഡു, നമ്മൾ എന്താ ചെയ്യണ്ടേ? അങ്ങനെ ആ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ തന്നെ വെച്ച് ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുക്കുന്നു. മനസ്സിലായ? അപ്പൊ ഇതിനാണ് CPR ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞത് അത് കഴിഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് സംഭവം ഉണ്ടോ? ആള് ശരിക്കും അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് കുഴഞ്ഞു വീണതാണോ? അല്ല, അത് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രിറ്റൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ റോൾ പ്ലേയിങ് എന്ന് വിളിക്കാം. പിന്നെ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്. ഇതിനകത്ത് കുറെ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്ന ചില സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു സീരീസ് പോലെ. അത് ചിലപ്പോൾ കമ്പ്യൂട്ടറിന്റെ ഒരു ഹെൽപ്പോട് കൂടി അത് കമ്പ്യൂട്ടറിനെ ഒരു ഗൈഡ് ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ പെർഫോമൻസുകളും അതുപോലെ ഓപ്പറേഷൻസും ഒക്കെ മനസ്സിലാക്കി ആ ഓരോന്നോരോന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ അതിനെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യിപ്പിക്കുന്നതാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ആ പേരുകൾ ഓർത്തിരിക്കണം കേട്ടോ. അടുത്തത് ടി ഗ്രൂപ്പ് ട്രെയിനിങ് ആണ്. ടി ഗ്രൂപ്പ് അല്ലെങ്കിൽ ട്രെയിനിങ് ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ പറയും. ടി ഗ്രൂപ്പ് അല്ലെങ്കിൽ ട്രെയിനിങ് ഗ്രൂപ്പ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് ടി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇവിടെ എന്താണെന്ന് അറിയോ ഈ ലേണിംഗ് എക്സ്പീരിയൻസിന്റെ പ്രത്യേകത? പാർട്ടിസിപ്പൻസ്, അതായത് ഇതിനകത്ത് ട്രെയിൻ ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാരുണ്ടല്ല, ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിയും. 8 to 14 നമ്പേഴ്സ് ഉള്ള മെമ്പർമാരായിട്ട് അങ്ങനത്തെ ഗ്രൂപ്പായിട്ട് 8 മുതൽ 14 വരെയുള്ള ഗ്രൂപ്പുകളായിട്ടുള്ള ആളുകളായിട്ട് തിരിഞ്ഞിട്ട് അങ്ങനെ ആ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്കായിരിക്കും എന്ത് ചെയ്യുക, ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുക. സോ അങ്ങനെ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ ഓൺ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാം. അവരുടെ ഫീലിങ്സുകൾ നമുക്ക് അറിയാൻ പറ്റും, അവരുടെ റിയാക്ഷൻസ് അറിയാൻ പറ്റും, അവരുടെ പെർസെപ്ഷൻസ്, ദാറ്റ് മീൻസ് അവരുടെ ധാരണകൾ, അവരുടെ ബിഹേവിയർ, ഇതൊക്കെ മനസ്സിലാക്കാനും സാധിക്കും ടി ഗ്രൂപ്പ് ട്രെയിനിങ്ങിന്. അപ്പൊ ഇതെല്ലാം തന്നെ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡുകളാണ്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് രണ്ടെണ്ണേ ഉള്ളൂ. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് JIT ആൻഡ് അപ്രന്റീസ്ഷിപ്പ്. ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിനകത്ത് ലെക്ചേഴ്സ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, കോൺഫറൻസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, കേസ് സ്റ്റഡീസ്, റോൾ പ്ലേയിങ്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ടി ഗ്രൂപ്പ് ട്രെയിനിങ്. ഇങ്ങനെ ഈ ഇത്ര എണ്ണം വരും. ആ വേർഡുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. എക്സ്പ്ലനേഷൻസ് ആവശ്യമില്ല, മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ എക്സ്പ്ലനേഷൻ അണ്ടർലൈൻ ചെയ്തേക്കാം. Lectures, vestibule training, conferences, group discussions, case studies, role playing, programmed instructions, and T group training. Run ചെയ്തോ? പറയട്ടെ. അടുത്തൊരു ടോപ്പിക് കൂടി എടുത്തുകഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീർക്കാം. നമ്മൾ എടുത്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പറ്റില്ല. പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടേക്കാണ്. നേരത്തെ പഠിച്ച നോട്ടിലൊക്കെ എപ്പോഴും വന്ന കാര്യമാണ്. എന്താണ് പെർഫോമൻസ് അപ്രൈസൽ? പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ പ്രവൃത്തി, അതിനെ വിലയിരുത്തലാണ് അല്ലെ. എസ്റ്റിമേറ്റിംഗ് ഓഫ് എംപ്ലോയീസ് പെർഫോമൻസ്. ആരുടെ പെർഫോമൻസാ? എംപ്ലോയിയുടെ ആണ് കേട്ടാ.
അപ്പൊ തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ പെർഫോമൻസിനെ വിലയിരുത്തുക. ദാറ്റ് മീൻസ് നമ്മുടെ ജോബിന്റെ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നത് എത്രത്തോളമാണെന്നും ഓരോ എംപ്ലോയീസിന്റെയും പെർഫോമൻസുകൾ വിലയിരുത്തുക എന്നതാണ് പെർഫോമൻസ് അപ്രൈസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ആ സെന്റൻസ് അങ്ങനെ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഈ പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? എന്ത് ചെയ്യണം? എങ്ങനെയാണ് ഇവരെ വിലയിരുത്താൻ പറ്റുക? നമുക്ക് എംപ്ലോയീസ് കൃത്യമായിട്ട് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇവർ തന്നെയുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാൻ പറ്റാം? അതിന് പരിശോധനയിലെ ചില കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഒന്ന്, they have to first of all establish a performance standard. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഓരോ ജോലിക്കാരിൽ നിന്നും നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു എന്താ പറയാ പെർഫോമൻസ്, നമുക്ക് ലഭിക്കേണ്ടതായ ഒരു പെർഫോമൻസിന് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാം. നിങ്ങളിൽ നിന്ന് എത്ര പെർസെന്റേജ് ഓഫ് പെർഫോമൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. തന്നെ ഒരു സ്റ്റാൻഡേർഡ് ആദ്യം തന്നെ ഫിക്സ് ചെയ്യുക. ഇത്ര ലെവൽ വരെ ഓരോ ആളുകളിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ ഇത്രയും ഞാൻ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് എംപ്ലോയർ നേരത്തെ കൂടി ഒരു സ്റ്റാൻഡേർഡ് അങ്ങനെ ഫിക്സ് ചെയ്യാം. രണ്ടാമത്തെ എന്താ, ഈ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺവേ ദ പെർഫോമൻസ് എക്സ്പെക്ടേഷൻസ് ടു ദ എംപ്ലോയീസ്. നമ്മള് ഇവരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ് എന്ന് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇവരുടെ പെർഫോമൻസ് എത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക, അവരെ പ്രതീക്ഷിക്കുക. അത് എന്നിട്ട് അവരോട് പറയാം, ഞങ്ങൾ ഇത്രയാണ് ഞങ്ങളുടെ ഉദ്ദേശം, നിങ്ങൾ 90% എത്തണം. പക്ഷെ എങ്കിലും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഈ തുടക്കമൊക്കെ ആയതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഒരു 85% അല്ലെങ്കിൽ 88% ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് ടു കൺവേ ദാറ്റ്. ഇന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്തണമെന്ന് അവരെ അറിയിക്കണം. ഞങ്ങൾ എവിടെ വരെ എത്തണം, ഞങ്ങളുടെ പെർഫോമൻസ് എന്ന് അവരറിയണ്ടേ? അപ്പൊ അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരെ അത് അറിയിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? പെർഫോം ചെയ്ത് കഴിയുമ്പോൾ വി ഹാവ് ടു മെഷർ ദെയർ റിയൽ പെർഫോമൻസ്. തീർച്ചയായിട്ടും അവർ എത്രത്തോളം പെർഫോം ചെയ്തു എന്ന് നോക്കുക. അപ്പൊ നമ്മൾ 90 ഫിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ അവരോട് പറയുന്നു 90 ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ഒരു 88 എങ്കിലും എത്താനായിട്ട് പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. എന്നിട്ട് അവർ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ വി ഹാവ് ടു മെഷർ ചെയ്ത് എത്രത്തോളം അവർ എത്തി. നമ്മൾ പറഞ്ഞ 88 എത്തിയോ അല്ലെങ്കിൽ 90 എത്തിയോ അല്ലെങ്കിൽ 90 എബവ് എത്തിയോ എന്ന് നമ്മൾ പരിശോധിക്കണം, അല്ലെ? അത് മെഷർ ചെയ്ത് നോക്കണം. അതിനുശേഷം ആക്ച്വലും നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തത് 90 ആണ്, ആക്ച്വൽ പെർഫോമൻസ് നോക്കി നമ്മളെത്ര നോക്കിയപ്പോ എന്താണ് 80 കിട്ടിയിട്ടുള്ളൂ. 80 ആണ് അവരുടെ 80% അവർ നമുക്ക് തന്നിട്ടുള്ളൂ. 90% നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ വി ഗോട്ട് ഓൺലി 80% ഫ്രം ദ എംപ്ലോയിയിൽ നിന്ന് 80% കിട്ടിയുള്ളതാണ്. അത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണമെന്നാണ് പറയുന്നത്. അതിനുശേഷം അപ്രൈസൽ വിത്ത് ദ എംപ്ലോയി, അത് അവർ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് വെച്ചിട്ട് ആ സ്റ്റാൻഡേർഡിനേക്കാൾ താഴെയാണ് പോയിരിക്കുന്നതെങ്കിലും മുകളിലേക്കാണ് പോയിരിക്കുന്നത്, രണ്ടാണെങ്കിലും എംപ്ലോയിയുടെ കാര്യം അറിയിക്കുക. മുകളിലേക്ക് പോയിരിക്കുന്നെങ്കിൽ വെരി ഗുഡ്, അല്ലെ? വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് നിങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നത്, നിങ്ങൾ വളരെയധികം അപ്രീസിയേഷൻ അർഹിക്കുന്നവരാണ്, ഒരു നല്ല വാക്കൊക്കെ പറഞ്ഞില്ല, വെരി ഗുഡ്, എക്സലൻസ് എന്നൊക്കെ ഉള്ള ചില കമന്റുകളൊക്കെ അവർക്ക് കൊടുക്കുക. അതേസമയം നമ്മൾ എക്സ്പെക്ട് ചെയ്ത സ്റ്റാൻഡേർഡിലേക്ക് ഇവർ റീച്ച് ചെയ്തില്ല എങ്കിൽ അതുകൂടി ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഞങ്ങൾ ഇത്രയല്ലാട്ടോ പ്രതീക്ഷിച്ചേ, ഇതിൽ നിന്ന് നമ്മൾ കുട്ടികളോടൊക്കെ പറയാറില്ലേ, നിനക്കൊക്കെ എന്തിന്റെ കുറവാണ്, അല്ല എല്ലാ കാര്യം ചെയ്ത അച്ഛനുണ്ട് അമ്മയുണ്ട്, എന്നിട്ട് നിനക്ക് പഠിക്കാൻ പറ്റില്ലേ, ഞാൻ നിന്നിൽ നിന്ന് ഇത്ര മാർക്കൊന്നല്ല പ്രതീക്ഷിച്ചേ, അല്ലെ? അങ്ങനെയൊക്കെ പറയുന്നു. നമ്മൾ അതൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നേ. അല്ലെങ്കിൽ നമുക്ക് അറിയാം നമ്മളുടെ കുട്ടികളുടെ പൊട്ടൻഷ്യാലിറ്റിയും അവരുടെ അറിവും കഴിവും ഒക്കെ നമുക്കറിയാം. അപ്പൊ അതനുസരിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യും അവർ പഠിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിലേക്ക് റീച്ച് ചെയ്തില്ല എങ്കിൽ നമ്മൾ വിചാരിക്കുന്നുണ്ടാ നമ്മുടെ സ്റ്റാൻഡേർഡ്, നമ്മൾ വിചാരിച്ച സ്റ്റാൻഡേർഡിലേക്ക് അവരെത്തിയിട്ടില്ല. എത്തിയാൽ അതിനേക്കാൾ എപ്പോഴോ ഞാൻ ഇതെല്ലാം പ്രതീക്ഷിച്ച സൂപ്പറാണല്ലോ, എപ്പോ ഞാൻ വിചാരിച്ച പോലെയല്ലോ എന്ന് നമ്മൾ ചില കുട്ടികളോട് പറയാറുണ്ട്. അപ്പൊ അതുപോലെ മനസ്സിലായ എംപ്ലോയീസിനോട് അങ്ങനെയൊക്കെ പറയുന്നത് അതാണ് ഉദ്ദേശിച്ചത്. ഇഫ് നെസസറി ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ്. ഇനി വളരെ സ്റ്റാൻഡേർഡിൽ നിന്നും ഒത്തിരി താഴേക്ക് പോയിരിക്കുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ ട്രെയിനികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എത്രയും പെട്ടെന്ന് എടുക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ ഇതൊക്കെയാണ് പെർഫോമൻസ് അപ്രൈസലിൽ ഇംപ്രൂവ് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ. ആദ്യം തന്നെ പെർഫോമൻസിന്റെ സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഈ പെർഫോമൻസിന്റെ സ്റ്റാൻഡേർഡ് എംപ്ലോയീസിന് കൺവേ ചെയ്യുക, മെഷർ ചെയ്യുക, റിയൽ പെർഫോമൻസ് മെഷർ ചെയ്യുക, റിയലും നമ്മളുടെ സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യുക, കമ്പയർ ചെയ്തതിനു ശേഷം അവരുടെ അപ്രൈസല് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ
അത് കറക്ഷൻസ് നടത്തുക. സോ ഇവിടെ വരെ ഒന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ വരിക. ക്ലിയർ ആയിരുന്നല്ലോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എളുപ്പമല്ലേ ഈ ഭാഗമൊക്കെ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നന്നായിട്ട് കൂടി 2 പ്രാവശ്യം